നമസ്കാരം. മറ്റൊരു പൊന്നോണ നിറവിലാണ് മലയാളികൾ. PCVയും ഇത്തവണ പൊന്നോണം ആഘോഷിക്കുകയാണ് വിപുലമായി. ഇത്തവണയും വ്യത്യസ്തമായ ഒരു പരിപാടിയുമായിട്ടാണ് ഈ തിരുവോണ ദിനത്തിൽ PCV നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് എത്തുന്നത്. ഇന്ന് ജനങ്ങളോടൊപ്പം ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തികൾക്കപ്പുറം ഓണം ആഘോഷിക്കുന്ന ഒരു പിടി ജനസാരഥികളെയാണ് PCV നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഈ തിരുവോണ ദിനത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു PCV പെണ്ണോണം പൊന്നോണം. ജാതിമത ഭേദമന്യേ നാം മലയാളികൾ ആഘോഷിക്കുന്ന സമ്പൽ സമൃദ്ധിയുടെ ഉത്സവമാണ് ഓണം. അത്തം പിറന്ന പിന്നെ 10 ദിവസം നമ്മുടെ വീടുകളിലെല്ലാം ഒരു ഉത്സവ ലഹരിയാണ്. പൂക്കളം ഒരുക്കിയും സദ്യക്ക് വേണ്ട ഒരുക്കമാനങ്ങളെല്ലാം നടത്തിയും ഓണപ്പാട്ടുകൾ പാടിയും തിരുവാതിരക്കളി കളിച്ചും അങ്ങനെയെല്ലാം നാം ഈ ഉത്സവം ആഘോഷിക്കുന്നു. അങ്ങനെ ഒരു ഉത്സവത്തിനാണ് PCV ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. PCVയുടെ പൊന്നോണം പെണ്ണോണം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായി ഈ തിരുവോണ നാളിൽ ഈ ഭദ്രദീപം തെളിയിച്ചുകൊണ്ടാണ് ഈ പരിപാടിയുടെ തുടക്കം ഞങ്ങൾ കുറിക്കുന്നത്. അതിനായി എല്ലാ പഞ്ചായത്തിലെ ഓരോ ജനപ്രതിനിധികളുണ്ട്, പഞ്ചായത്തിലെ പ്രസിഡന്റുമാരുണ്ട്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റുമാരുണ്ട്. അതാത് പഞ്ചായത്തുകളുടെ നിയന്ത്രണവും ഭരണവും ഏറ്റെടുക്കുന്ന ഒരു പിടി വനിതാ ജനപ്രതിനിധികളെയാണ് PCV ഇന്ന് തിരുവോണ ദിനത്തിൽ നിങ്ങൾക്കായി കൊണ്ടുവരിക്കുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് PCV പെണ്ണോണം പൊന്നോണം. നമുക്ക് ആദ്യം ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നമുക്ക് ഈ പൊന്നോണത്തെ വരവേൽക്കാം. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണ് നാട്ടിലെ ചൊല്ല്. അത്തരത്തിൽ പൂക്കളവും അതുപോലെ തന്നെ തിരുവോണ സദ്യയും ഇല്ലാതെ ഒരു മലയാളികളും ഓണം വരവേൽക്കാറില്ല. അതോടൊപ്പം തന്നെ കൂട്ടിവായിക്കേണ്ട ഒന്നാണ് ഓണത്തിലെ തിരുവാതിരക്കളി. നാട്ടിൻപുറങ്ങളിലായാലും ഏതൊരു ഉത്സവങ്ങളിലും ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ തിരുവാതിരക്കളി. അതിനായി അടുത്തതായി ഇവിടെ വരുന്നത് ഒരു തിരുവാതിരക്കളിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ശിവദം തിരുവാതിരക്കളി ടീം. കക്കാട്ടു ശ്രീലകം തന്നിൽ വാഴും വിഘ്നേശ്വര കാത്തരുളിടേണം. വിഘ്നങ്ങളൊക്കെ ഒഴിച്ചിടേ അച്ചിന്റെ വന്നു ഇറങ്ങിടേണം. മലരും തമിഴും കദളിപ്പഴം ശർക്കരയും ഒറ്റപ്പം പിന്നെ അങ്ങുണ്ടിയപ്പം എല്ലാം പൂജിക്കെന്റെ കുഞ്ഞുണ്ടിയേ. ഭക്തൻ വിഘ്നമൊഴിച്ചിടുന്ന പാർവതി
ഇണ്ടൽ ഉൾത്തടേ മൽപ്രിയയാകേതയിതേ വേണ്ട ഇണ്ടൽ ഉൾത്തടേ മരിച്ചെടും ഖല പ്രജാപതിക്കൊരു ജിതം കൊടുത്തിടാൻ നിനപ്പു ഞാൻ മരിച്ചെടും ഖല പ്രജാപതിക്കൊരു ജിതം കൊടുത്തിടാൻ നിനപ്പു ഞാൻ യജിക്കും അവരുടെ ശിരസ്സറുത്തിടാൻ പടയ്ക്കുവേ ചില ഗണങ്ങളെ യജിക്കും അവരുടെ ശിരസ്സറുത്തിടാൻ പടയ്ക്കുവേ ചില ഗണങ്ങളെ ദൈതേ വേണ്ട ഇണ്ടൽ ഉൾത്തടേ ലഭിക്കുവാൻ പടവുടൻ കുതിച്ചിടുമനാമയേ ലഭിക്കുവാൻ പടവുടൻ കുതിച്ചിടുമനാമയേ ഉദിക്കുമിങ്ങൊരു പരാക്രമൻ മമ മനസ്സിൽ നിന്നരി വിമർദ്ദനൻ ഉദിക്കുമിങ്ങൊരു പരാക്രമൻ മമ മനസ്സിൽ നിന്നരി വിമർദ്ദനൻ ദൈതേ വേണ്ട ഇണ്ടൽ ഉൾത്തടേ ജഡത്വമതവനിലുറച്ചുപോൽ അതിയഹന്തയതുമധികരിച്ചുപോൽ ജഡത്വമതവനിലുറച്ചുപോൽ അതിയഹന്തയതുമധികരിച്ചുപോൽ ജഗത്തിനധിപതി ചമഞ്ഞുപോലവൻ ഗണിച്ചൊരെന്നെയും ഇകഴ്ത്തിപ്പോൽ ജഗത്തിനധിപതി ചമഞ്ഞുപോലവൻ ഗണിച്ചൊരെന്നെയും ഇകഴ്ത്തിപ്പോൽ ദൈതേ വേണ്ട ഇണ്ടൽ ഉൾത്തടേ മതിച്ച ദക്ഷനു കടുത്ത പാഠമങ്ങണച്ചിടും ഗതിയുണർത്തിടും മതിച്ച ദക്ഷനു കടുത്ത പാഠമങ്ങണച്ചിടും ഗതിയുണർത്തിടും പടുത്വമെന്നിലെന്നറിഞ്ഞിടും അവൻ അണഞ്ഞിടും മമ പദാന്തികേ പടുത്വമെന്നിലെന്നറിഞ്ഞിടും അവൻ അണഞ്ഞിടും മമ പദാന്തികേ ദൈതേ വേണ്ട ഇണ്ടൽ ഉൾത്തടേ കൃതഘ്നവനൻ വരങ്ങളെ മറന്നമർന്നു ലോകരെ ഭരിച്ചുപോൽ കൃതഘ്നവനൻ വരങ്ങളെ മറന്നമർന്നു ലോകരെ ഭരിച്ചുപോൽ മുഴുത്തു മോഹവും അഹന്തയും അതിൽ പിഴച്ചു കർമ്മവും ഗുരുത്വവും മുഴുത്തു മോഹവും അഹന്തയും അതിൽ പിഴച്ചു കർമ്മവും ഗുരുത്വവും ദൈതേ വേണ്ട ഇണ്ടൽ ഉൾത്തടേ മൽപ്രിയയാകേ ദൈതേ വേണ്ട ഇണ്ടൽ ഉൾത്തടേ ശ്രീ പാർവതി ശുഭേ ശ്രീ ശാംഭവി ചാരുമൂർത്തേ ശാന്ദേശ ദാക്ഷി ഗൗരി നിത്യം മേഘ മംഗളം ശാദോദരി ശിവാംഗി ശ്യാമേ ശോഭന്തരി ത്വൽപാദാരവിന്ദയുഗ്മേ ഗീലേനേ മംഗളം പാരാഗേ പോറ്റിടുന്ന പാടരേ പാവനേ നിൻ ആണിയ
മംഗളം ആശുവേഗ മംഗളം ആശുവേഗ മംഗളം ചെഞ്ചിട ചൂടിയ തുംഗകലാധര പാതി മഹേശ്വരി പാഹി സദാ ചെഞ്ചിട ചൂടിയ തുംഗകലാധര പാതി മഹേശ്വരി പാഹി സദാ സുരസുന്ദരി പാർവതി പാപ വിമോചിനി പാലിത പാലിനി പാഹി സദാ ജയ ശങ്കരീശ്വരി പാഹി സദാ ജയ ശങ്കരീശ്വരി പാഹി സദാ ജയ ശങ്കരീശ്വരി പാഹി സദാ പാഹി സദാ കല, സാംസ്കാരികം, ചരിത്രം എന്നിവയിൽ ഉൾപ്പെടുന്നതല്ല വള്ളുവനാട്ടിലെ രാഷ്ട്രീയ കഥകൾ. അത്തരത്തിൽ ഇപ്പോഴത്തെ ഗ്രാമപഞ്ചായത്തിലെ ഓരോ സാരഥികളിലും വനിതകളാണ് പ്രാതിനിധ്യം കൂടുതൽ. വള്ളുവനാട്ടിലെ എല്ലാ പഞ്ചായത്തുകളും എടുത്തു നോക്കിയാൽ അതിൽ ഒന്നില്ലെങ്കിൽ പ്രസിഡന്റ് വനിതയാവും, ഇല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് വനിതയായിരിക്കും. അത്തരത്തിൽ ജനപ്രതിനിധികളുടെ അടിത്തറ തന്നെ ഒരു സ്ത്രീത്വത്തിലാണ് എന്നുള്ളത് വള്ളുവനാട്ടിലെ തന്നെ മാത്രം പ്രത്യേകതയാണ്. ആ ജനപ്രതിനിധികളെയാണ് ഇന്ന് തിരുവോണ നാളിൽ PCV പെണ്ണോണം പൊന്നോണത്തിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് ഇവിടെ വന്ന ആളുകളെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് വരുന്നു പ്രദീപ സുദീപ്, വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റാണ്. വി രമണി, കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കരുത്തോടെ മുന്നോട്ട് നയിക്കുന്ന വി രമണി. അടുത്തതായി വിളയൂരുകാരുടെ സ്വന്തം ബേബി ഗിരിജ. അടുത്തതായി എല്ലാത്തിനും ഒരു ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലെ കരുത്തുറ്റ സാരഥിയായ ഗീത മണികണ്ഠൻ. പട്ടാമ്പി നഗരസഭയുടെ നെടുന്തൂണായ KT റുക്യ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ സാരഥി രതി ഗോപാലകൃഷ്ണൻ. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലെ ജനപ്രതിനിധി ഷെഫീന ഷുക്കൂർ. പട്ടാമ്പി നഗരസഭയിലെ കൗൺസിലർ C സംഗീത. എല്ലാ വനിതാ ജനപ്രതിനിധികൾക്കും PCVയുടെ പെണ്ണോണം പൊന്നോണത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ കൂട്ടത്തിൽ നമുക്കറിയാം, കുറച്ചധികം സീനിയോറിറ്റി കൂടിയ നമ്മളെല്ലാം ഇഷ്ടത്തോടെ റുഖിയാത്ത എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം KT റുഖിയാത്തയോട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് പൊതുവെ ഒരു ഇൻസ്റ്റന്റ് ഓണത്തിന്റെ കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഓണത്തിന്റെ തനതായ തനിമ നിലനിർത്തുന്ന ഒരു ഓണക്കാലത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കരുത്തായ നേതാവ് തന്നെയാണ് റുഖിയാത്ത എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അപ്പൊ റുഖിയാത്തയുടെ ഈ വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ ജെൻസി കാലഘട്ടത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു വനിതാ ജനപ്രതിനിധി കൂടിയാണ് റുഖിയാത്ത. ഞങ്ങളൊക്കെ സ്നേഹത്തോടെ റുഖിയാത്ത എന്ന് വിളിക്കുന്ന KT റുഖിയയുടെ ആദ്യത്തെ ഓണവിശേഷം നമുക്ക് കേൾക്കുന്നത്. റുഖിയാത്ത, എങ്ങനെയുണ്ട്? ഓണൊക്കെ അടിപൊളിയല്ലേ? അടിപൊളിയായിട്ട് പോകുന്നു. എങ്ങനെയുണ്ട്? ഈ പഴയ കാലഘട്ടത്തിൽ നിന്ന് പുതിയൊരു ജെൻസികളുടെ കാലഘട്ടത്തിലുള്ള ലോകമാണ് ഓണത്തില്. ഇത് ഡിജിറ്റലൈസേഷൻ ആണല്ലോ. അതിന്റെ പ്രത്യേകത ഈ ഓണത്തിലും കാണുന്നുണ്ടല്ലോ. നമ്മളെ 4 പുറം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എങ്ങനെയുണ്ട് ഓണത്തിലെ വിശേഷങ്ങളൊക്കെ ഉണ്ട്? വീട്ടിലൊക്കെ സുഖമായി പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഓണം വെക്കേഷനായി സന്തോഷത്തിലാണ്. ഇന്നു മുതൽക്കൊക്കെ അവർ ഓണം അതിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളിലും ഉൾപ്പെട്ടിരിക്കുകയാണ്. കൂട്ടാറുണ്ടോ ആഘോഷ പരിപാടികളിലൊക്കെ മക്കള്? തീർച്ചയായിട്ടും ഞാനാണ് നേതൃത്വം കൊടുക്കൽ. അടിപൊളി. ജെൻസികളുടെ ലോകത്തിലാണ് ഇപ്പോൾ ഉള്ള ഓണാഘോഷം. അതിൽ റുഖിയാത്തയാണ് നേതൃത്വം. എങ്ങനെയുണ്ട് പണ്ടത്തെ ഒരു ഓണവും ഇപ്പോഴത്തെ ഒരു ഓണം എങ്ങനെയുണ്ടായിരുന്നു? പണ്ടത്തെ ഓണം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ വറുതിയുടെ കാലം കഴിഞ്ഞ് ഒരു ആഘോഷം വരുന്നത് മനുഷ്യന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് പൊന്നോണത്തെ കണ്ടിരുന്നത്. കാരണം കർക്കിടക മാസം കഴിഞ്ഞാണ് ചിങ്ങമാസ പുലരി വരുന്നത്. അപ്പോൾ സന്തോഷം, സമൃദ്ധിയും ആ ഒരു ഓണക്കാലത്തിൻ്റെ പ്രത്യേകതയും പുത്തനുടുപ്പുകളും അതുപോലെ തന്നെ സമൃദ്ധമായ സദ്യയും അതുപോലെ തന്നെ ആഘോഷങ്ങളായി മാറുന്നത് പഴയ കാലം. പക്ഷേ ഇന്നത്തെ ഒരു പുതുമ എന്ന് പറഞ്ഞാൽ ഇന്ന് പുതുമ പറയാൻ വയ്യ. ഇതിനെ നമ്മൾ വ്യാപാരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു ഓണമായിട്ടാണ് ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. എല്ലാവരും പ്രതീക്ഷയോടെ കാണുന്നു. ഇന്ന് എല്ലാവർക്കും എന്നും ഓണമാണ്. പക്ഷെ ആ എന്നും ഓണത്തെ മറികടക്കാനാണ് പുതിയ തലത്തിലുള്ള ഓണത്തിലേക്ക്
പുതുതലമുറ എത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര വർഷമായി ജനപ്രതിനിധികളുടെ ആ ഒരു തേരോട്ടം തുടങ്ങിയിട്ട് നഗരസഭ? ജനപ്രതിനിധി ഞാനിപ്പോൾ 10ാമത്തെ വർഷത്തിലേക്ക് കിടക്കുന്നു. 10 വർഷം തുടർച്ചയായിട്ട് ഓണാഘോഷം കൊണ്ടാടിയിട്ടുണ്ട് അല്ലേ? 10 വർഷം മാത്രമല്ല, ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ സ്കൂളുകളിൽ, അത് കഴിഞ്ഞ് കോളേജ് കാലഘട്ടത്തിൽ, അത് കഴിഞ്ഞ് പൊതു സാമൂഹ്യ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാകൊണ്ട് തന്നെ നമുക്ക് ജനപ്രതിനിധി അല്ലാത്ത രീതിയിലും നമ്മൾ ഓണം ആഘോഷിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അപ്പത്തെ ഒരു കോളേജ് കാലത്തിലെ ഓണഘട്ടവും ഇപ്പോഴത്തെ ഒരു കോളേജ് കാലത്തിലെ ഓണഘട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? ഓർമ്മകളൊന്ന് വേർത്തെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും അറിയാം. തീർച്ചയായിട്ടും. അന്നത്തെ ഓണം എന്ന് പറഞ്ഞാൽ കോളേജ് കാലഘട്ടത്തിൽ സ്കൂളിൽ നമ്മൾ പൂക്കളിടും, ഒരു ഓണസദ്യ ഉണ്ടാവും. അതും ഇടയ്ക്കൊക്കെ ഉണ്ടാവുള്ളൂ. സ്ഥിരമായിട്ടൊന്നും ഓണസദ്യകളൊന്നും അന്ന് സ്കൂളുകളിലൊന്നും ഉണ്ടാവില്ല. ഒരു പായസം വിതരണം ചെയ്യും, അത്ര തന്നെയുള്ളൂ. ആ പായസമാണ് മൊത്തത്തിലുള്ള സദ്യ. അന്ന് അത്ര കാലഘട്ടം ഉള്ളൂ. പിന്നീട് നമ്മൾ കോളേജിലൊക്കെ ആയ സമയത്ത് നമ്മുടെ മെയിനായിട്ട് പൂക്കള മത്സരമാണ്. കോളേജിൽ പൂക്കള മത്സരം കഴിഞ്ഞാൽ കുട്ടികളുടെ പരിപാടികൾ ഉണ്ടാവും. തിരുവാതിരക്കളി തൊട്ട് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഉണ്ടാവും. റുക്യാത്ത ഏത് പ്രോഗ്രാമിലാണ് ഏറ്റവും കൂടുതലായിട്ട് പെർഫോം ചെയ്യുക? ഞാൻ അങ്ങനെ പെർഫോം ചെയ്യാന്ന്, ഞാൻ ഇതൊക്കെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ പറയരുത്. ഒരു തിരുവാതിരക്കളി നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ല, തിരുവാതിരക്കളി ഞാൻ ഇല്ല. പക്ഷെ ഞാൻ തിരുവാതിരക്കളി കളിച്ചിട്ടുള്ള ഒറ്റ ഇതുള്ളൂ, NSSന്റെ വളണ്ടിയർ എന്നുള്ള നിലയ്ക്ക് NSS ക്യാമ്പിൽ നമ്മൾ ആളെ തികയില്ലെങ്കിൽ നമ്മൾ കയറി കളിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഇല്ല. പക്ഷെ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ച് അവർക്കൊക്കെ വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത് അതിനെ കളറാക്കാൻ ഞാൻ സഹായിക്കും. ഓണപ്പാട്ടിലെ ഏതോ ഒരു എ ഗ്രേഡ് എന്തോ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾക്കൊരു കരക്കമ്പി കേട്ടു, ശരിയാണോ? കരക്കമ്പിയാണ്, അല്ലാതെ ശരിയല്ല. അല്ല, എന്തായാലും പാട്ട് പാടിയിട്ടോ അല്ലെങ്കിൽ ഇതല്ല. പക്ഷെ ഞാൻ എൻ്റെ മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്സ് ആസ്വദിക്കും, അതിനു വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കും. ഞാൻ അധികം നമ്മൾ ഗെയിംസിലും സ്പോർട്സിലും അത്ലറ്റിക്സിലൊക്കെ ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ട് ഈ വീട്ടിലെ ഒരു ഓണാഘോഷത്തിലെ അപ്പുറമുള്ള ഒരു ഡിവിഷനിലെ ഒരു ഓണാഘോഷം എങ്ങനെയാണ്? എല്ലാ വീടുകളിലും അതുപോലെ തന്നെ ആ ഒരു പ്രദേശത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്നില്ലേ? ഉണ്ട്. അതിപ്പോൾ ഞങ്ങളുടെയൊക്കെ വാർഡുകളിലൊക്കെ സകുടുംബം കുടുംബശ്രീ പൊന്നോണം എന്നും പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ സ്ത്രീകളായിട്ടും ബന്ധപ്പെട്ട് കുടുംബശ്രീയുടെ ഒരു പൊന്നോണ പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ മുതലേക്ക്. കുട്ടികൾ ആ ഒരു പരിപാടിയിൽ കുട്ടികളൊക്കെ എങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ നല്ലൊരു ആഘോഷത്തിന്റെ മൂഡായിരിക്കും അല്ലേ? എല്ലാവർക്കും വെക്കേഷൻ മൂഡാണല്ലോ. അതെ. അതാണ് ഇപ്പോഴത്തെ ഒരു മൂഡിന്റെ കാലഘട്ടമാണ്. പാട്ടടക്കം അങ്ങനെയാണ് വരുന്നത്. അടുത്തതായി നമ്മൾ ഈ ഓണാഘോഷം ഞാൻ വരാം, വിട്ടിട്ടില്ല. ആ കോർഡിനേഷന്റെ പരിപാടി ഞാൻ വിട്ടിട്ടില്ല. എന്തായാലും ഞാൻ തിരുവാതിരക്കളി കളിപ്പിക്കും. ഓക്കെ. അടുത്തതായി നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പർമാരായ ബിന്ദുവും അതുപോലെ തന്നെ പ്രസന്നേച്ചിയുമാണ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അടുത്തതായി നമ്മൾ സീനിയോറിറ്റി ലെവലിൽ പോവുകയാണെങ്കിൽ അടുത്തതായി നമ്മളെ കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കരുത്തരായ ഒരു രമണി ചേച്ചിയാണ് നമ്മളൊപ്പം ചേരുന്നത്. ഇത്തരത്തിൽ ഭയങ്കര സൗന്ദര്യമാണല്ലോ. സൗന്ദര്യം വേണ്ടേ? ജനപ്രതിനിധികളാവുമ്പോൾ സൗന്ദര്യം ഒരു ഘടകമാണ്. അപ്പം അതും വേണം. ആളാണ് ഈ പട്ടാമ്പി ഈ ഭാഗത്ത് രണ്ടാമത്തെ സീനിയോറിറ്റി, ഈ കൂട്ടത്തിൽ രണ്ടാമത്തെ സീനിയോറിറ്റി ഉള്ള ആളാണ്. എന്താണ് ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം? ഇത് നമ്മളെന്താ വെച്ചാൽ ഫുൾ ടൈം എൻഗേജ്ഡാണ്. പിന്നെ മറ്റൊന്നിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സമയമില്ല, നല്ലത് മാത്രം ചിന്തിക്കുക. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ആ ടെൻഷനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ആളുകൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ ആരോഗ്യം, പിന്നെ കുറച്ചൊക്കെ നമ്മൾ ആരോഗ്യം നോക്കും വേണം. ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതുപോലെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ കഴിയില്ല. സൗന്ദര്യത്തിൽ നിന്ന് മാറിയിട്ട് ഈ ഓണാഘോഷമൊക്കെ എങ്ങനെയുണ്ട്? ഓണാഘോഷം അടിപൊളി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങൾ ഈ ജെൻസി പിള്ളേരായതുകൊണ്ടേ ഈ പണ്ടത്തെ ഓണവും വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ പണ്ട് തന്നെ നമ്മൾ മാവേലി നാട് വാണിയിടും കാലം എന്ന് പറഞ്ഞു കൊടുത്ത് ഇന്ന് പറയുമ്പോൾ ഏത് മൂട് ഓണം മൂട് എന്ന് പറയുന്ന കാലഘട്ടം. അത്തരമൊരു സമയത്ത് ഞങ്ങൾക്ക് നൽകാൻ പറ്റുന്ന നല്ലൊരു ഉപദേശം എന്തെങ്കിലും ഉണ്ടോ? ഈ ഒരു ഓണത്തിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ഞങ്ങളെ ആഘോഷിക്കാൻ എന്തെങ്കിലും ഒരു 2 വാക്ക്. പണ്ടത്തെ ഓണാഘോഷം എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ടത്തെ ഓണാഘോഷം എന്ന് പറയുമ്പോൾ വളരെ ഒരു വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഓണാഘോഷമായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്. പക്ഷേ ഇപ്പം അതല്ല, എല്ലാ വിഭാഗം ആളുകളും ഒരേ മനസ്സോടെ ഒരേ സന്തോഷത്തോടെ കൊണ്ടാടുന്ന ആ രീതിയിലേക്ക് ഓണാഘോഷം മാറി.
കാരണം സ്കൂളുകളായാലും കോളേജായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും എല്ലാ ആളുകളും അതിൽ ജാതി മത ഭേദമന്യേ പണ്ട് കാലത്ത് ഞങ്ങളുടെ ഒന്നും ചെറുപ്പത്തിൽ അത്തരം ഒരു ഓണാഘോഷം ഉണ്ടായിട്ടില്ല. കാരണം ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ മാത്രം ആഘോഷിക്കപ്പെടുന്ന ആ തലത്തിൽ നിന്ന് മാറി. അത് വലിയ സന്തോഷമാണ്. കാരണം നമ്മളൊരു നാടിൻ്റെ വലിയൊരു പുരോഗതി എന്ന് പറയാം. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മൾ കുട്ടികളും മുതിർന്നവരും വയസ്സായ ആൾ എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ട് ഓണാഘോഷിക്കുന്നു, കളിക്കുന്നു, ഓണക്കളികൾ ചെയ്യുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അതേപോലെ തന്നെ കുട്ടികൾ വളർന്നു വരുന്നപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പഴയ കാലത്തെക്കുറിച്ച് അറിയാൻ ഒരുപാട് താല്പര്യം ഉണ്ടാവും. കാരണം ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് ഓണം എന്ന് പറയുമ്പോൾ ആ കാലത്ത് ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന വലിയൊരു സന്തോഷം, ഒരുപാട് വിഭവങ്ങൾ കൂട്ടിയിട്ട് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം. അതോടൊപ്പം തന്നെ ആ 10 ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ കാട്ടിലും പറമ്പിലും തൊടിയിലും പറമ്പിലും ഒക്കെ പോയിട്ട് ഇന്നത്തെ പോലെ മാർക്കറ്റിൽ നിന്ന് പൂ വാങ്ങിയിട്ടല്ല പൂവിട്ടിരുന്നത്. അവിടെയൊക്കെ പോയി നമ്മൾ പൂക്കളൊക്കെ ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ പൂക്കൾ ഒരുമിച്ച് പൂക്കൾ അറുത്ത് കൊണ്ടുവന്ന് നമ്മളെ വീട്ടുമുറ്റത്ത് ചാണകം മെഴുകി അതിലാണ് എല്ലാ കുട്ടികളും ചേർന്നിരുന്നിട്ട് പൂവിട്ടായിരുന്നു, കുട്ടികളും മുതിർന്നവരും ഒക്കെ ഇരുന്നിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊന്ന് വരട്ടെ. നമ്മളിവിടെ ഒരു പൂക്കൾ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ ഈ 10 ദിവസവും 10 രീതിയിലാണ് പൂക്കളം ഇടുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ എന്തെങ്കിലും മഹത്വമോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യം എന്താണെന്നോ ഓരോ ദിവസത്തിൻ്റെ പ്രത്യേകതയോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ഈ 10 ദിവസം പൂക്കളം ഇടണമെങ്കിലും മുക്കുറ്റി വേണം. മുക്കുറ്റി നടുകിൽ വെച്ചതിന് ശേഷം മാത്രമാണ് അതിൻ്റെ ചുറ്റുവട്ടവും. നമ്മൾ ആദ്യം അത്തപ്പൂക്കളം ഇടുന്നതിൽ കൂടുതൽ ഒരു കളം. ഇന്നാണ് നമ്മൾ പല ആകൃതിയിൽ പൂക്കളം ഒരുക്കുന്നത്. അന്ന് ഒരൊറ്റ റൗണ്ടിൽ മാത്രം വട്ടത്തിൽ മാത്രമാണ് പൂക്കളം ഇടുക. അപ്പോൾ അത്തപ്പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ അതിലേക്കും ഒരു റൗണ്ട് കൂടി പിറ്റേ ദിവസം ഇടും. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ വട്ടം കൂട്ടിയിട്ട് ഇടും. പക്ഷേ ഈ 10 ദിവസമാണെങ്കിലും നടുകിൽ നമ്മൾ ചെമ്പരത്തി പൂ വയ്ക്കും, അതിൻ്റെ മുകളിലായിട്ട് ഒരു മുക്കുറ്റി പൂ വയ്ക്കും. അങ്ങനെയാണ് നമ്മൾ അത്തപ്പൂക്കളം. ഇന്നും മുക്കുറ്റി തന്നെയാണ് താരമല്ലേ? പിന്നെ എന്തെങ്കിലും നല്ല സ്കൂൾ കാലഘട്ടത്തിലെ ഓർമ്മകൾ എന്തെങ്കിലും മൈമറക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാവുമല്ലോ ഇന്നും ഓർത്ത് ചിരിക്കുന്ന കുറച്ച് നിമിഷങ്ങളെ നമുക്ക് കൂടി പങ്കുവച്ചാൽ നന്നാവുമായിരിക്കും. ഞാൻ അങ്ങനെ ആഘോഷിക്കപ്പെടാൻ തുടങ്ങിയപ്പോഴേക്ക് തന്നെ ജനപ്രതിനിധിയായ ഒരാളാണ്. അതുകൊണ്ട് സ്കൂൾ കാലഘട്ടത്തിലെ അനുഭവത്തേക്കാൾ കൂടുതൽ എനിക്ക് പൊതുരംഗത്തുള്ള പൊതുപ്രവർത്തനം, അതേപോലെ പഞ്ചായത്തിലെ പ്രവർത്തനം, അവിടെ നമ്മളുടെ ഓണാഘോഷം, അതൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ജനപ്രതിനിധിയായി ആയിട്ടുള്ള ഒരാളായതുകൊണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഇപ്പോൾ ഞങ്ങൾ ഏത് ഭരണസമിതിയാണെങ്കിലും എല്ലാ വർഷവും വളരെ വിപുലമായിട്ട് ഓണാഘോഷ പരിപാടികൾ പഞ്ചായത്ത് തലത്തിൽ ആഘോഷിക്കലുണ്ട്. ഈ ഒരു എന്താ പറയുക, എത്ര വർഷമായി ജനപ്രതിനിധിയായിട്ട്? ഞാൻ ഇത് 25ാമത്തെ വർഷമാണ്. 25ാമത്തെ വർഷമാണ്. ഈ 25 വർഷവും വ്യത്യസ്തമായിട്ടുള്ള ഓണങ്ങളാണ് ഓരോ പ്രാവശ്യം കൂട്ടിയിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും വ്യത്യസ്തമായ ഓണങ്ങൾ. ഇത്തവണ പ്രസിഡന്റാണ്, ഒരു പഞ്ചായത്തിന്റെ മുഴുവനായിട്ടുള്ള സാരഥിയാണ്. അപ്പോൾ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ളൊരു ഓണപരിപാടിയാണോ ഇക്കാലത്ത്? വ്യത്യസ്തമായ ഞങ്ങൾ ഇപ്പം ഒരു 4 ദിവസം മുന്നെയാണ് പാലിയേറ്റീവിൻ്റെ സംഗമവും ഓണാഘോഷം. വെച്ചാൽ ഞങ്ങളെ പഞ്ചായത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും വിളിച്ച് ചേർത്തുകൊണ്ട് ഒരു 400-450 പേര് ഉണ്ട് പഞ്ചായത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന. നമ്മൾ അംഗൻവാടി, ഹരിതകർമ്മസേന, ആശാപ്രവർത്തകർ, സ്കൂൾ അധ്യാപകർ, പഞ്ചായത്ത് സ്റ്റാഫ്, കൃഷിഭവൻ, വെറ്റിനറി എല്ലാ ആളുകളെയും വിളിച്ച് നമ്മൾ വളരെ വിപുലമായിട്ട് ബഹുമാനപ്പെട്ട MLA വന്നിരുന്നു. MLA മണവാളനായിക്കൊണ്ടുള്ള ഒരു ഒപ്പന ഞങ്ങൾ അവിടെ വീഡിയോ മൊത്തം കേരളം കണ്ടു കഴിഞ്ഞു, മാധ്യമങ്ങളിലൂടെ എല്ലാം ആയിട്ടും. വലിയ സന്തോഷമുണ്ട്. കാരണം MLA ഇങ്ങോട്ട് കഴിഞ്ഞ പ്രാവശ്യം MLAക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും വരുന്നുണ്ട് എന്നുള്ളത് MLA ഞങ്ങളോട് ഇങ്ങോട്ട് വിളിച്ച് പറയുക ചെയ്തത്. അപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഞങ്ങളുടെ സന്തോഷത്തിൽ ബഹുമാനപ്പെട്ട MLA വന്നു, പരിപാടികളിൽ പങ്കെടുത്തു. ഏതോ ഒരു തിരുവാതിരക്കളിയൊക്കെ കളിക്കുമെന്ന് ഭയങ്കര ഒരു കരക്കമ്പി ഞാൻ കേട്ടിട്ടുണ്ട്. റുക്യാത്ത ഓണപ്പാട്ട് പാടുന്ന പോലെ രമണി ചേച്ചി തിരുവാതിരക്കളി കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, സത്യമാണോ അത്? സത്യമാണ്, തിരുവാതിരക്കളിയൊക്കെ കളിക്കും. പക്ഷെ ഇപ്പം എന്താ വെച്ചാൽ വയ്യ.
അതാണ് പ്രശ്നം. അതായത് എന്തായാലും പ്രേക്ഷകരോട് ഒരു കാര്യം പറയുന്നത്, ഈ പരിപാടി അവസാനിക്കുന്നതിന് മുന്നേ രമണി ചേച്ചിയുടെ ഒരു തിരുവാതിരക്കളി ഉണ്ടാവും. അപ്പോൾ അടുത്തതായി ഞാൻ പോകുന്നത് സി സംഗീതേച്ചിയുടെ അടുത്താണ്. ഈ കൂട്ടത്തിലെ അടുത്തതായിട്ടുള്ളൊരു സീനിയർ ആയിട്ടുള്ളൊരു ആളാണ് സി സംഗീത എന്ന് പറയുന്നത്. സംഗീതേച്ചി എങ്ങനെയുണ്ട്? ഓണം ഒക്കെ ഉഷാറല്ലേ? ഉഷാറാണ്, ഓണമൊക്കെ നല്ല ഉഷാറാണ്. കൗൺസിലറായിട്ട് എടുക്കുമ്പോൾ ഓരോരോ ഓണാഘോഷം വ്യത്യസ്തമല്ലേ അല്ലേ? തീർച്ചയായിട്ടും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കാലഘട്ടത്തിലുള്ള ഓർമ്മകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഓണത്തിന്റെ? ഓ തീർച്ചയായിട്ടും ഓർമ്മകളുണ്ട്. എന്തൊക്കെയൊരു എല്ലാവരും പറഞ്ഞ പോലെ കുട്ടിക്കാലത്തുള്ള ഈ പിന്നെ നമുക്ക് ഓണാവുമ്പോഴേക്കും ഈ ഓല കൊണ്ട് മടഞ്ഞ ഈ പൂവട്ടി കൊണ്ടുവരുന്ന ആളുകളുണ്ട് സ്ഥിരം. അത് പല വലിപ്പത്തിലുള്ള പൂവട്ടികൾ കൊണ്ടുവരും, വലുതും ചെറുതും ഒക്കെ. അപ്പോൾ വലിയ പൂവട്ടി എടുക്കുക, ഓണത്തിൻ്റെ ദിവസം തലേ ദിവസമൊക്കെയാണ് വലിയ പൂവട്ടി കഴുത്തിലൊരു മാല പോലെ ഇട്ടുകൊണ്ട് അതിട്ട് പറമ്പായ പറമ്പും തൊടികളിലൊക്കെ കയറി പൂക്കളൊക്കെ പറിച്ചു കൊടുന്ന് സെപ്പറേറ്റ് പൂവട്ടികൾ, തുമ്പയ്ക്ക് ഒരു പൂവട്ടി വേറെ ഉണ്ടായിരിക്കും. അങ്ങനെ ഇട്ട് കൊടന്ന് യഥാർത്ഥ പൂക്കളുകൊണ്ട് പൂക്കളിട്ട് ആളുകൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചെറുപ്പകാലത്ത്. ഇപ്പം പിന്നെ ഇൻസ്റ്റൻറ്റ് ഓണങ്ങളായി. പക്ഷേ നമ്മൾ കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പഴമയിലേക്ക് തിരിച്ചു പോകാനൊന്നും സാധിക്കില്ല. പുതിയ കാലത്തിൻ്റെ കൂടെ നമ്മൾ യാത്ര ചെയ്തേ പറ്റൂ. അപ്പം അതുകൊണ്ട് തന്നെ പഴയ ഓർമ്മകൾ, പക്ഷേ അത് വളരെ നിഷ്കളങ്കമായ ഓർമ്മകളാണ് നമ്മളുടെയൊക്കെ മധുരമായ ഓർമ്മകൾ, പായസത്തിന്റെ പോലെ തീർച്ചയായിട്ടും. അതേപോലെ ഇപ്പോൾ പൂക്കളത്തിൻ്റെ കാര്യം പറഞ്ഞു. ഓരോ ദിവസം ഓരോ ആകൃതിയിൽ പൂക്കളാണ് ശരിക്കും ഇടേണ്ടത്. അത്തത്തിൻ്റെ ആകൃതിയല്ല. ഇപ്പോൾ മൂലം നാളിലാണെങ്കിൽ 4 മൂലയിൽ പൂക്കളത്തിന് 4 മൂല ഉണ്ടാവണം എന്നാണ് പറയുക. ആ 4 മൂലയിലും ഓരോ പൂക്കൾ വെക്കും. കളങ്ങൾ വരച്ച് പൂക്കൾ വെക്കും. അങ്ങനെ ഓരോ ദിവസവും ഓരോ പൂക്കളത്തിന് ഓരോ ആകൃതികളുണ്ട്. തിരുവോണത്തിൻ്റെ അന്നാണ് വലിയ വട്ടത്തിലുള്ള പൂക്കളം. ഞാൻ ജനിച്ചു വളർന്ന മലപ്പുറം ജില്ലയിൽ തിരൂരാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവാനുള്ളത്, ഞങ്ങളവിടെയൊക്കെ നാട്ടിലെ ഓണം എല്ലാവരും കൂടി ആഘോഷിക്കുക. അവിടെ ഇന്ന ജാതി ഇന്ന മതമൊന്നുമില്ല. എല്ലാവരും കൂടി സദ്യക്ക് പലരും വീട്ടിലേക്ക് വരും. അതുപോലെ ഈ പെരുന്നാൾ സമയത്ത് ഞങ്ങൾ പലരുടെയും വീട്ടിലേക്ക് അങ്ങോട്ട് പോകും. അങ്ങനത്തെ ഒരു മിക്സഡ് കൾച്ചറൽ സ്ഥലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നബിദിനവും അതുപോലെ തന്നെ ഓണം. അതെ, നബിദിനം, ഓണം, വിനായക ചതുർത്ഥി ഉണ്ടായി. എല്ലാം അടുത്തടുത്ത ദിവസങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത്. മൊത്തത്തിലൊരു ജാതിമത ഭേദമന്യേ കേരളത്തിന്റെ ഒരു ഉത്സവമാണോ? അതെ അതെ അതെ. അല്ലെ, ഈ കോളേജ് കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഈ ആഘോഷം? അത് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് കോളേജ് കാലത്ത് ഈ പൂക്കള മത്സരങ്ങളും അതുപോലെ സദ്യയും അങ്ങനത്തെ കാര്യങ്ങൾ, അത് എനിക്കൊരു മധുരമുള്ള ഓർമ്മകളായിട്ട് കോളേജ് കാലഘട്ടം എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഒരു പിന്നെ അത് പണ്ട് പ്രീ ഡിഗ്രി ആണല്ലോ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രിയാണ്. +2 ഒക്കെ ഇപ്പോഴേ വന്നിട്ടുള്ളത്. 10ാം ക്ലാസ് വരെയുള്ള ആ ഓണാണ് ഇപ്പോഴും മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്ന ഓണം എന്ന് പറയുന്നത്. ഈ പച്ച പിടിച്ച് നിൽക്കുന്ന ഒരു ഓണത്തിൽ ഇപ്പോൾ അടുത്തൊരു ഹെലികോപ്റ്റർ ഇറങ്ങിയതാണ് ഓണത്തിന് കോളേജിൽ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എത്ര തോന്നി? അല്ല, എന്താ പറയുക, ഓണം എന്ന് പറയുമ്പോൾ ഇവരെ പലരും സൂചിപ്പിച്ചു, നമ്മൾ കാലത്തിനനുസരിച്ച് പോകണമെങ്കിലും ഓണം, യഥാർത്ഥ ഓണം നമ്മൾ ആഘോഷിക്കുന്നില്ല. ഇപ്പോൾ ഓണത്തിൻ്റെ പേരിൽ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഓണം എന്നുള്ള ആ ഒരു ആഘോഷം നമ്മളിപ്പോഴും ആഘോഷിക്കുന്നില്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. അത് പ്രത്യേകിച്ച് സ്കൂൾ കോളേജിലെ കുട്ടികളൊക്കെ വലിയ അപകടങ്ങളാണ് ഇപ്പോൾ ഈ ഓണത്തിൻ്റെ പേരിൽ ഓരോ വണ്ടികളെടുത്ത് പോക്കുമൊക്കെ അപകടങ്ങൾ വരുത്തി വെക്കുന്നത്. വീട്ടിലുള്ള ആളുകൾക്ക് ഭയങ്കര ടെൻഷനാണ് ഓണം വരുമ്പോൾ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ഇപ്പോൾ കുട്ടികളോട് പറയാമെന്ന് മാത്രമേ അത് സാധിക്കുള്ളൂ. ഹെലികോപ്റ്റർ വിവാദം ഇപ്പോൾ ഞാൻ കണ്ടു, വായിച്ചു ഒക്കെ കേട്ടു ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ കാറെടുത്ത് കുട്ടികൾ പിന്നെ വലിയ വണ്ടിയൊക്കെ എടുത്തിട്ട് മല പോലെ ഇങ്ങനെ പോകുന്നത് കാണാം. പക്ഷെ അതൊക്കെ ഭയങ്കര വലിയ അപകടങ്ങൾ, ഓരോ വർഷവും നമ്മൾ ഓരോ അപകടങ്ങൾ കാണാറുണ്ട് കോളേജുകളിലൊക്കെ. അപ്പം അത്തരം അപകടങ്ങളൊക്കെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി മുൻകരുതലുകൾ അതാത് സ്ഥാപനങ്ങൾ എടുത്തേ പറ്റുന്നതാണ് പറയാനുള്ളത്. സംഗീതത്തിനെ സംബന്ധിച്ച് ഒരു വലിയ പ്രത്യേകത ഉണ്ട്. കാരണം ചെറുപ്പകാലത്ത് പറഞ്ഞു എല്ലാവരും കൂടിയിട്ട്, നാട്ടുകാരെല്ലാവരും കൂടിയിട്ടാണ് ഓണം ആഘോഷിക്കുകയെന്ന്. അത് തന്നെയാണ് ഇപ്പൊ വലുതാവുമ്പോൾ സംഭവിക്കുന്നത് അല്ലേ? വീണ്ടും ഒരു ജനപ്രതിനിധിയായി മാറിയിട്ട് സ്വന്തം നാട്ടുകാരുടെ ഒപ്പം ഒരു ഓണം ആഘോഷിക്കുമ്പോ വീട്ടിലെ ഓണവും നാട്ടിലെ ഓണവും കൂടി എങ്ങനെ മാനേജ് ചെയ്യുന്നേ? അതിപ്പോ എനിക്ക് 3 മക്കളുണ്ട്. അപ്പോൾ രാവിലെ ആയാൽ രാത്രി ആവണതിനുള്ളിൽ വീട്ടിലത്തെ കാര്യങ്ങളും നടക്കണം, പുറത്തെ കാര്യങ്ങളും നടക്കണം. അപ്പോൾ ഒരു തുലാസിന്റെ 2 തട്ട് എന്ന് പറയില്ലേ, ഒരു തുലാസിന്റെ 2 തട്ടും സമമായി നിന്നാലാണ് ആ കാര്യം മുന്നോട്ട് പോവുള്ളൂ. അതേപോലെ കുടുംബവും പൊതുപ്രവർത്തനവും ഒരു തുലാസിന്റെ തട്ട് പോലെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും മുന്നോട്ട് പോകാൻ സാധിച്ചത്. കുടുംബത്തിന് സപ്പോർട്ട്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഓണമില്ല. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 1 വർഷമായിട്ടില്ല. അപ്പോൾ 1 വർഷം ആവാത്തതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഓണ ആഘോഷങ്ങളൊന്നും വീട്ടിലില്ല. പക്ഷെ കുട്ടികളുള്ളതുകൊണ്ട് സദ്യ ഉണ്ടാക്കും എന്നുള്ളത് അതിലപ്പുറം ഒരു കവിഞ്ഞാൽ പുതുവസ്ത്രം അടക്കം ഇടാനുള്ള ഒരു മനസ്സിൽ തോന്നുന്നില്ല, സന്തോഷമില്ല. അതുകൊണ്ട് പിന്നെ ഓണ ആഘോഷം എന്ന് പറയാനൊന്നുമില്ല. ഈ സദ്യ എന്ന് പറയുമ്പോഴേ സംഗീതേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സദ്യത്തെ വിഭവം ഏതാ? ഇഷ്ടപ്പെട്ട വിഭവം എന്ന് പറയുന്നത് അവിയൽ ഇഷ്ടമാണ്. അതാണ് ഏറ്റവും കൂടുതൽ. പൊടിക്കൈകളുണ്ടോ ഇന്ന് വീട്ടമ്മമാർക്ക് എല്ലാവർക്കും പരീക്ഷിക്കാൻ പറ്റിയത്?
അതൊക്കെ ഉണ്ട്. പോരട്ടെ. അവിയൽ ഇപ്പം എല്ലാവരും ഏകദേശം ഒരേപോലെ ഉണ്ടാക്കുക. പക്ഷെ നമ്മളെ നാട്ടിൽ അവിയലിൽ നമ്മൾ ഉള്ളി അതൊന്നും ഇട്ടില്ല. പക്ഷെ തെക്കോട്ട് എറണാകുളത്ത് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിയലിൽ വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഇടും. പക്ഷെ നമ്മളത് ഇട്ടില്ല. അതുപോലെ അവിയലിലെ കഷ്ണങ്ങളും നമ്മളെ മലബാറിലേക്കും അതേപോലെ തന്നെ വള്ളൂരാണ് രണ്ട് തരത്തിലാണ്. അതുപോലെ അവിയൽ വെക്കുന്നതും നമ്മളെ ഈ വള്ളുവനാട് ഭാഗത്ത് കഷ്ണങ്ങളൊക്കെ വേവിച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് തേങ്ങയും ചതച്ചിടുക ചെയ്യുള്ളൂ മുളക് കൂടിയിട്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ തേങ്ങയുടെ കൂടി ജീരകം അരയ്ക്കും. അപ്പോൾ അതിന് ഓരോ സ്ഥലത്തോട്ട ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ വള്ളുവനാട്ടിലെ പാലക്കാട് ജില്ലയിലെ ഒരു വെജിറ്റേറിയൻ വിഭവങ്ങൾ എന്ന് പറയുന്നത് അതിന് തനതായ വെജിറ്റേറിയൻ വിഭവങ്ങളാണ്. അതാണ് ഞാൻ മലബാർ സൈഡിൽ നിന്നാണ് വരുന്നത്. പക്ഷേ പറിച്ചു നട്ടത് വള്ളുവനാട്ടിലേക്കാണ്. അപ്പം രണ്ട് കാര്യങ്ങളും രണ്ട് കൾച്ചറും നമുക്ക് വേഗം മനസ്സിലാവും, വ്യത്യാസങ്ങൾ മനസ്സിലാവും. അപ്പൊ ഇന്ന് സദ്യ ഉണ്ടാക്കുന്നവർക്കായിട്ട് ഒരു ടിപ്പാണ്, വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളി ഒക്കെ ആ അവിയലിൽ ചേർക്കാം. വേണ്ട വേണ്ട വേണ്ട. അടുത്തായി ഞാൻ പോകുന്നത് ഈ കൂട്ടത്തിൽ എല്ലാവർക്കും മുകളിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു സാരഥിയായിട്ടുള്ള ഗീതാ മണികണ്ഠൻ ചേച്ചിയുടെ അടുത്താണ്. എന്നിട്ട് ഓണാഘോഷം ഉഷാറല്ലേ? ഓണൊക്കെ അടിപൊളി. ഓണം എന്താ ഇപ്പോൾ എല്ലാവരും എന്നും ഓണാണ് ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ എല്ലാവരും സംബന്ധിച്ച്. പക്ഷെ ഓണം എന്ന് പറഞ്ഞാൽ ആഘോഷം ഉണ്ടായിരുന്നത് ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന കാലത്താണ്. കാരണം അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓണത്തിനാണ് എല്ലാ വിഭവങ്ങളും കൂട്ടിയിട്ട് വയറ് നിറച്ചൊരു ഭക്ഷണം കിട്ടുന്ന ഒരു കാലം ഒന്നാണ്. കാരണം അന്ന് നമുക്ക് പാടത്ത് കൃഷി, അതുപോലെ നമ്മളെ തൊടിയിലൊക്കെ, എൻ്റെ അച്ഛനൊരു കർഷകനായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള പച്ചക്കറികളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. അപ്പോൾ ഈ ഓണമാകുമ്പോഴാണ് അതൊക്കെ പാകമായി നമ്മൾ ഓണത്തിനാണ് ആദ്യമായിട്ട് അതൊക്കെ ഓണത്തിന് കറി വെക്കാനൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയ ആ ഒരു വിഭവങ്ങളാണ് നമ്മൾ എടുക്കാറ്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒക്കെ മാർക്കറ്റിലാണ്. ഇപ്പോൾ വീട്ടിൽ തന്നെ ചിലവർ ഉണ്ടാക്കാൻ തന്നെ മടിയുള്ള ആളുകളാണ് ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഓണാഘോഷിക്കുന്ന ഇൻസ്റ്റന്റ് ഓണായില്ലേ? ഇൻസ്റ്റന്റ് ഓണാണ്. എങ്ങനെയാണ് എല്ലാ പഞ്ചായത്തിലും കയറി ഇറങ്ങി പായസം കുടിച്ചിട്ട് ഭയങ്കര ഇതായോ? ഷുഗർ കൂടിയോ? ഷുഗറൊന്നും ഇതേവരെ നോർമലായിട്ട് തന്നെ പോകണം. ഷുഗർ കൂടിയിട്ടില്ല അപ്പോ? എല്ലാ പഞ്ചായത്തിലും പോയോ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട്? ഇന്ന് തിരുവേഗപ്പുറ പഞ്ചായത്തിൽ വിളിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങള് ഹോസ്പിറ്റലിൽ നമ്മളെ ഭിന്നശേഷിക്കാരായ ആളുകളെ വെച്ചിട്ടൊരു ഓണസദ്യയും ഓണപരിപാടിയൊക്കെ ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് നടത്തി. ഈ ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ ഹോസ്പിറ്റലിലൂടെ വളർന്ന് ഒരു ജനകീയ പ്രസ്ഥാനത്തിലൂടെ വളർന്ന് ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു വളരെ വലിയൊരു സ്ഥാനത്തേക്ക് വന്ന ഒരു ആളുകൂടിയാണ് ഗീതാ മണികണ്ഠൻ. അതിന് നമ്മൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. അത് വല്ലാത്തൊരു അടിത്തറയാണ് ആ ഒരു കാര്യം പറയുകയാണെങ്കിൽ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ ഓണാഘോഷം, ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്തിന് സാരഥിയായിട്ടുള്ള ഓണാഘോഷം? അന്ന് ഹോസ്പിറ്റലിൽ ഓണാഘോഷം എല്ലാ വർഷവും നന്നായിട്ട് തന്നെ അവിടെ കൊണ്ടാടാറുണ്ട്. അവിടുത്തെ ജീവനക്കാരും പിന്നെ ഡോക്ടർമാരും അതുപോലെ എല്ലാവരും കൂടിയിട്ട് നല്ല ഗംഭീരമായിട്ട് തന്നെ അവിടെ ഓണം ആഘോഷിച്ചിരുന്നു. ഇപ്പോൾ ബ്ലോക്കിൽ വന്നപ്പോൾ ബ്ലോക്കിൽ അതിലും മീതായിട്ട്, കാരണം നമുക്കറിയാം അവിടുത്തെ ജീവനക്കാരും അതുപോലെ തന്നെ വിവിധ മെമ്പർമാരും എല്ലാവരും കൂടി ഞങ്ങൾ എല്ലാ വർഷവും എല്ലാവരും ഒന്നിച്ചിട്ട് ഓണം ഗംഭീരമായിട്ട് തന്നെ ബ്ലോക്കിലും ആഘോഷിക്കാറുണ്ട്. ഇത്തവണ കഴിയാൻ പോവാണ്, അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ഇപ്പൊ ഗംഭീരമായിട്ടുള്ള ഓണാഘോഷം അല്ലേ ഉണ്ടാവുക? അതെ അതെ. അടുത്തായി എന്തായാലും ഒരു ഓണാഘോഷത്തിന്റെ വിശേഷങ്ങൾ പോകുന്നത് വിളയൂരുകാരുടെ സ്വന്തം ബേബി ചേച്ചിയുടെ അടുത്താണ്. നമുക്ക് ആ വിശേഷത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ഓണം എന്ന് കേട്ട് കഴിഞ്ഞാൽ ആദ്യം വരെ ഓണപ്പാട്ടാ. ഇവര് ഇങ്ങനെ വിട്ടാ ശരിയാവില്ല, ഇവര് പാടില്ല. അപ്പോ അടുത്തൊരു പരിപാടി നടക്കുന്നതിന് മുന്നേ എല്ലാവരും കൂടി ഒരു ഓണപ്പാട്ട് തുടങ്ങല്ലേ? ആ ആയിക്കോട്ടെ, എല്ലാവരും കൂടി പാടി കഴിഞ്ഞാൽ അതാ നല്ലത്. ബേബി ചേച്ചിയുടെ അടുത്തേക്ക് ഓണവിശേഷങ്ങളൊക്കെ വരാം. ഈ വിളയൂരുകാരെ സംബന്ധിച്ച് ഭയങ്കര ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഈ വിളയൂർ എന്ന് പറയുന്നത് കാർഷികത്തിന്റെ ഒരു ഗ്രാമം കൂടി. അപ്പോൾ ഈ ബേബി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് കാർഷിക പാട്ടൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാ. നന്നായിട്ട് പാടും കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ എന്തായാലും ഒരു ഓണത്തിന്റെ ഒരു പാട്ടുകൂടി നമുക്കൊന്ന് ആരംഭിക്കാം. എല്ലാവരും കൂടിയിട്ടൊന്ന് പാടിക്കോളും. ഓക്കെ. പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവയിൽ നീ വരൂ പൊന്നോണത്തുമ്പി. അപ്പൊ എന്തായാലും ചെറിയ ഒരു ഓണത്തിന്റെ ഒരു പാട്ട് കൂടി ഇവർ നമുക്കായിട്ട് കാഴ്ചവെച്ചിരിക്കുകയാണ്. അടുത്തതായി ഞാൻ പോകുന്നത് വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ ബേബി ചേച്ചിയുടെ അടുത്താണ്. എന്തൊക്കെയുണ്ട് ബേബി ചേച്ചി? നമസ്കാരം. എങ്ങനെയുണ്ട് ഓണാഘോഷം? വിളയൂരിലെ ഓണാഘോഷങ്ങൾ എങ്ങനെയാ? വിളയൂര് എല്ലാവരും നന്നായിട്ട് ഓണാഘോഷിക്കുന്നുണ്ട്. കുട്ടികളും ഇപ്പം സ്കൂളുകളിലൊക്കെ പ്രത്യേകിച്ച് വളരെ നല്ല ഓണാഘോഷമാണല്ലോ. സ്കൂളുകൾ, എല്ലാ അംഗനവാടികളും, ആശുപത്രി, പഞ്ചായത്ത് ഒക്കെ നല്ല ആഘോഷത്തിൽ തന്നെയാണ്, എല്ലാ വിഭാഗം ജനങ്ങളും. എങ്ങനെയുണ്ട് പഞ്ചായത്തിലെ ഒരു മൊത്തത്തിൽ എല്ലായിടത്തും പോയിട്ട് ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞോ?
ഞങ്ങളുടെ പഞ്ചായത്തിൽ 2-ാം തീയതിയാണ് ഓണത്തിൻ്റെ എല്ലാ ആളുകളെയും വിളിച്ച് നമ്മുടെ പഞ്ചായത്തിനോട് ഒട്ടി നിൽക്കുന്ന കുറേ ഘടക സ്ഥാപനങ്ങളുണ്ട്, അവർ അതുപോലെ ഹരിതകർമ്മസേന, ആശ, അംഗൻവാടി എല്ലാ ആളുകളെയും വിളിച്ച് 2-ാം തീയതിയാണ് ഓണാഘോഷം. പഞ്ചായത്തിന് ഒരു ഇരട്ടി മധുരമാണ് പഠിച്ച സ്കൂൾ തുറന്നത് അല്ലേ ഓണത്തിന്റെ? അവിടെ ഇപ്രാവശ്യം ആ ഒരു ഭാഗത്തുള്ള കൂട്ടായ്മയിലെ ആളുകൾ വളരെ വിപുലമായിട്ട് ആ നാട്ടിലുള്ള എല്ലാ ജനങ്ങളെയും വിളിച്ചു കൂട്ടിയിട്ടാണ് നല്ല ഭംഗിയിലാണ് ഓണാഘോഷിച്ചത്. മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? കോളേജ് കാലഘട്ടത്തും ഒക്കെ ഒരു ഓണാഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഒക്കെ ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പോഴാണ് ഓണം എന്താ പറയുക കളറ്. അന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ എല്ലാവരും പൂ പറിക്കും. അടുത്ത വീട്ടിലെ പൂക്കളാണോ നമ്മളെ പൂക്കളാണോ ഏറ്റവും കൂടുതൽ നല്ലത് എന്നൊരു നോട്ടാണ് ആദ്യം ഉണ്ടാവുക. വളരെ മത്സരമായിരുന്നു അല്ലേ? പണ്ടൊക്കെ അങ്ങനെയാണ്. കാരണം നമ്മൾ ഓണപ്പൂക്കളിടും, എന്നിട്ട് അടുത്ത വീട്ടുകാരോടൊന്ന് ആദ്യം ഒന്ന് ഓടിപ്പോയി നോക്കും. പിന്നെ പിറ്റേ ദിവസം കുറച്ചും കൂടി നന്നാക്കാനുള്ളൊരു ശ്രമമായിരുന്നു അന്നൊക്കെ. കാരണം അങ്ങനെ അനിയത്തി ഞാനും ഒരുമിച്ചിട്ടാണ്, അതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടിലും എല്ലാവരും അങ്ങനെയായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പറഞ്ഞ കൂട്ടത്തിൽ പൂവ് വാങ്ങിയിട്ട് പോവുക, ഒരു പൂക്കളിടുക. ഓണം എന്ന് പറയുമ്പോഴേ എപ്പോഴും ഒരു കാർഷിക ഉത്സവമാണല്ലോ. അപ്പൊ നമ്മുടെ പഞ്ചായത്തിലെ കർഷകന്മാരെല്ലാവരും സെറ്റല്ലേ ഓണത്തിനെ വരവേൽക്കാൻ? സെറ്റാണ്. അവിടെ നമ്മുടെ വിളയൂര് എന്ന് പറഞ്ഞ പേരൻ എന്താ പറയുക, വിളകളുടെ ഊര് എന്നാണ്. അതാണ് വിളയൂര്. നമ്മളുടെ ഒരു ഭാഗം കുന്തിപ്പുഴയും പിന്നെ നിറയെ കർഷകരും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രകൃതി മനോഹരമായൊരു ഗ്രാമം. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കൃഷിയും പിന്നെ നമ്മളെ ഓണച്ചന്ത, നമ്മുടെ നാട്ടിലുള്ള കൃഷിക്കാരുടെ വിഭവങ്ങളാണ് നമ്മളവിടെ കൂടുതലും കൊണ്ടുവയ്ക്കുക. അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിൽ പോകണു. സത്യ ഞാൻ അവിടെ ഒരു കർഷക ദിനത്തിന്റെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ മറ്റുള്ള എല്ലാ പഞ്ചായത്തിലും ഞാൻ പോയി നോക്കി. അപ്പോൾ നോക്കുന്ന സമയത്ത് അവിടെ കർഷകരുടെ ഒരു വിളകൾ മൊത്തത്തിലൂടെ പ്രദർശിപ്പിക്കുന്നത്. അതിൽ വിളയൂര് ഈ കോഴിമുട്ട മുതൽ അവിടുത്തെ ഉണ്ടാക്കുന്ന തദ്ദേശീയമായി കഴിക്കുന്ന എന്ത് ഇലവർഗ്ഗങ്ങളായിക്കോട്ടെ മൊത്തത്തിലൊരു ഒരു കാർഷികത്തിന്റെ ഒരു പ്രദർശനം കൂടിയായിരുന്നു ആ കർഷക ദിനം അല്ലേ പ്രസിഡന്റ്? അവിടെ കേരളീയ തനിമ അവിടെ ഉണ്ടായിരുന്നല്ലേ? അതെ, എല്ലാവരും കർഷകർ ആ ദിവസം അവരുണ്ടാക്കിയ വിഭവങ്ങൾ ഒക്കെ അവിടെ കൊണ്ടുവരും. അങ്ങനെ മൊത്തത്തിൽ ജൈവമായിട്ടുള്ള ഒരു ഓണസദ്യയാണ് ഇത്തവണ വിളയൂരുകാർ ഉണ്ടാകാൻ പോകുന്നത് അല്ലേ? വിഷമില്ലാത്ത വിളകളുടെ ഊരായ വിളയൂരിലുള്ള ഒരു ഓണസദ്യ ഗംഭീരമാണ്. ബിന്ദുചേച്ചിയുടെ ഓണവിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ബ്ലോക്കിന്റെ ഒരു മെമ്പർമാരെ കൂടിയാണ് ഈ പറയുന്ന ഗീതാമണികണ്ഠൻ ചേച്ചിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന 2 മെമ്പർമാരാണ്. എങ്ങനെയുണ്ട്? ഓണൊക്കെ ഉഷാറല്ലേ? ഓണം ഉഷാറായി പോണു. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചെറുപ്പകാലത്തുള്ള ഓണം ആഘോഷം ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ഓണാഘോഷമാണ്. കർക്കിടക മാസം കഴിഞ്ഞിട്ട് നമുക്ക് ചിങ്ങമാസത്തിൽ വന്ന ഓണം അത്തം തുടങ്ങി കഴിഞ്ഞ് നമ്മൾ ഓരോ വീടുകളിലും പൂവ് പൊട്ടിക്കാൻ വേണ്ടി പോവുക. രാവിലെ ആരാണോ നന്നായിട്ട് പൂവിടുക എന്നുള്ളതാണ്. അപ്പോൾ തലേ ദിവസം നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ എല്ലായിടത്തും എവിടുന്ന് പൂവ് കിട്ടണോ അവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവരും. ഇന്ന് നമ്മളെന്താ കാണുന്നത്? ഇന്ന് പൂവ് മേടിക്കുന്നു, കളത്തിലിടുന്നു. പൂവ് പൊട്ടിക്കാനൊന്നും ആരും പോണില്ല. അതാണ് ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അന്ന് പൂ പറിക്കലടക്കം ഒരു ഉത്സവമായിരുന്നു. അയ്യോ, പൂ പറിക്കൽ ഭയങ്കരമായ ഒരു ഉത്സവമാണ്. കാരണം എന്താ വെച്ചാൽ തലേ ദിവസം എല്ലാവരും കൂടി ചെറിയ ഇലകളൊക്കെ പിടിച്ചിട്ടൊക്കെ പോവുക. വരുമ്പോഴേക്കും വലിയ പൂവ്, ചെമ്പരത്തിയുടെ മൊട്ടൊക്കെ ഒരുപാട്. ഇന്നൊന്നും ചെമ്പരത്തി മൊട്ടൊന്നും ആരും പൊട്ടിക്കാനേ പോണില്ല. ഈ തലേന്നൊക്കെ പൂ പറിക്കുമ്പോ പൂ വാടാതിരിക്കാൻ വല്ല ടിപ്പും? വെള്ളം തളിച്ച് വെക്കാറാണ്. എനിക്ക് തോന്നുന്നു ഇവരുടെ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്ന പൂക്കളിടാനും അതുപോലെ തന്നെ പൂ പറിക്കാനും. മത്സരം ഉണ്ടായിട്ടുണ്ടോ പൂ പറിക്കാൻ കൂട്ടുകാരൊപ്പം പോകുമ്പോ? പിന്നെന്താ, ആകെ അതേ ഉള്ളൂ. എല്ലാവരും മത്സരം. അന്നൊക്കെ ചെറിയ ചെറിയ പൂവുകൾ കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇതുള്ളതാണ്. വീടുകളിലൊക്കെ നമ്മൾ പൂവും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കും. ഇന്നിപ്പോൾ അതല്ല. ഇന്നെല്ലാവരും പൂവ് മേടിക്കണു, കളത്തിലിടണു. മത്സരം അതാണ്. എങ്ങനെയുണ്ട് ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ ഒരു ഓണാഘോഷം എങ്ങനെയുണ്ട്? ജനപ്രതിനിധി ആയിരിക്കുമ്പോഴുള്ള ഓണാഘോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലൊറ്റയ്ക്കല്ല ഓണം കൂടുന്നത്. നേരെ മറിച്ച് നമ്മൾ കൂടുന്നത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങളെ എല്ലാവരും കൂട്ടി യോജിപ്പിച്ചുള്ള ഓണമാണ് ഇപ്പോൾ നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുമായിട്ടാണ് നമ്മൾ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൊത്തം ജനങ്ങളോടൊപ്പം ജനകീയമായിട്ടാണ് ഇത്തവണത്തെ ഓണം. തീർച്ചയായിട്ടും. എത്ര വർഷമായി പൊതുരംഗത്ത്? 5 വർഷം. 5 വർഷമായി. 5 വർഷം വ്യത്യസ്തമായിട്ടുള്ള ഓണങ്ങളല്ലേ നടക്കുന്നത്? തീർച്ചയായിട്ടും. ഓരോ വർഷം കൂടുമ്പോൾ ഓരോ ജനറേഷൻ മാറും. അതെ അതെ അല്ലെ? ഇപ്പൊ ജെൻസിയുടെ കാലഘട്ടത്തിലുള്ള ഓണാഘോഷവും കൂടാൻ കഴിഞ്ഞു. അടുത്തായി നമ്മള് ഇവിടെ ഒരാളുണ്ട്, പാവാണ്, ഒന്നും മിണ്ടണില്ല. അപ്പൊ എന്തായാലും പ്രസന്നേച്ചി, എന്താ വിശേഷം? നല്ല വിശേഷം. ഓണൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതാ, ഓണം അടിപൊളി തന്നെയാണ്. സംഗീതമ്മ പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു ഓണം ആഘോഷിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഭർത്താവിൻ്റെ ചേച്ചി മരിച്ച കാരണം ഓണം പിന്നോട്ടാണ്. പിന്നെ എൻ്റെ കാര്യം പറയണത്, ഞാൻ തമിഴ്നാട് അതിർത്തിയിൽ നിന്നാണ് ഈ ഭാഗത്തേക്ക് വന്നത്.
കുഴൽമന്ദം പാലക്കാട്ടിലെ അതൊരു ശൈലി ഉണ്ടാവും. ഞാൻ അതുകൊണ്ട് ആരോടും ഒന്നും അങ്ങനെ സംസാരിക്കാറില്ല. എന്താ വെച്ചാൽ നിങ്ങളുടെ വീട് എവിടെയാ ചോദിക്കും ആദ്യം തന്നെ. ആ പാലക്കാടിലെ സ്ലാങ് നമുക്ക് കേട്ടാലോ? നമ്മളെ വള്ളുവനാടുള്ള സ്ലാങ് നമുക്ക് കേട്ടിട്ടും അടുത്തില്ലേ അല്ലേ? കേട്ടിട്ട് അടുത്തില്ല. ആ പാലക്കാടിലെ സ്ലാങ് ഒരു രണ്ടോ ഒരു ആണാശംസ പറഞ്ഞേ. ചാമിച്ചന്റെ സംസാരം പോലെയൊന്നും ഇല്ല. എന്നാലും കുറെയൊക്കെ എന്റെ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും ഒരു സംശയത്തിൽ ചോദിക്കും, നിങ്ങളുടെ വീട് എവിടെയാ? എന്റെ പാലക്കാട്. മാറിയിട്ടില്ല ശരിക്കും. എന്താണ് ആ ഒരു ടോണിൽ നമുക്കൊരു ഓണാഘോഷം പറഞ്ഞാലോ? അതുപോലെ ഞങ്ങളുടെ അവിടെ വീട്ടിൽ ഓണം ആഘോഷിക്കുന്നത് എന്താ വെച്ചാൽ ഞങ്ങള് കർക്കിടക മാസം കഴിഞ്ഞ് മിഥുനമാസം മുതൽ ഞങ്ങൾ മുറ്റത്ത് പൂവിടാൻ തുടങ്ങും. അങ്ങനെയാണ് അവിടേക്കൊക്കെ. മിഥുനമാസം 1-ാം തീയതി മുതൽ മുറ്റത്ത് പൂക്കളം വരയ്ക്കൽ തുടങ്ങി. അത്തത്തിന് നല്ല ഗംഭീരമായിട്ടാണ് ഇത് പറഞ്ഞുകൊണ്ട് ഇതിന് മുക്കുറ്റി അതുപോലെ ഈ എന്താ പറയുക തുമ്പ അങ്ങനെയൊക്കെ പാടത്ത് കൂടെയും പറമ്പിൽ കൂടെയൊക്കെ പോയി പറിച്ചു കൊടുത്തിട്ട് ഇതേപോലെ നേരത്തെ എല്ലാവരും കൂടിയിട്ട് ഒരു ഗ്യാങ് ആയിട്ടാണ് പൂ പൊട്ടിക്കാൻ പോവുക. എന്നിട്ട് ഇത് പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെയാണോ ഭംഗി അടുത്ത വീട്ടിലത്തെയാണോ ഭംഗി എന്നുള്ളത് ഒരു മത്സരത്തിൻ്റെ ഒരു ഇതാണ്. അത് കഴിഞ്ഞ് അത്തത്തിൻ്റെ അന്നാൾ ഞങ്ങൾ ഈ പാടത്ത് 2 വിള 3 വിളയൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെ നെൽക്കതിര് അപ്പോഴേക്ക് പഴുത്തിട്ടുണ്ടാവും. നെല്ലൊക്കെ പഴുത്തത് കതിര് പൊട്ടിച്ചു കൊടുത്തിട്ട് അതിനെ അവിലിടിക്കും. സാധാരണ ഉരലിലിട്ട് അവിലിടിച്ചിട്ട് തേങ്ങയും ശർക്കരയും കൂട്ടിയിട്ട് അന്നത്തെ ദിവസം ഒരു ഓണസദ്യ പോലെയാണ് അത്തത്തിന് ഉണ്ടാവുക. അന്ന് നമ്മുടെ അച്ഛനായാലും കാർന്നോമാർ ഇരുന്ന് നിലവിളക്കൊക്കെ കത്തിച്ച് ഇലയിട്ട് വിളമ്പി അതിൽ മടിയിലിരുന്നിട്ടാണ് നമുക്ക് ഈ പുത്തിരി തരിക പറയും. കേട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പുത്തിരി കഴിക്കുക എന്ന് പറയാം. അന്ന് കഴിഞ്ഞാൽ പിന്നെ അന്ന് അവിടെ നിന്ന് അങ്ങോട്ട് ഓണം തന്നെ. ഈ തിരുവോണം കഴിയുന്നവരേക്ക് ഓണം ആഘോഷം തന്നെയാണ്. അത് ഞാൻ എന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊടുന്നതിന് ശേഷം ഇതൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ എൻ്റെ അച്ഛൻ വന്നിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും പുത്തിരി കഴിക്കാനാണെന്ന് പറഞ്ഞിട്ട്. എന്നാൽ പുന്നെല്ലാം ആദ്യമായിട്ട് കഴിക്കുക. പിന്നെ ഇവിടെയൊക്കെ അരി മേടിച്ച് തിന്ന ആൾക്കാരായതുകൊണ്ട് എന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഈ ഒരു ചോറ് കഴിക്കാൻ വേണ്ടി മാത്രം കുഴൽമന്ദത്തേക്ക് പോവാണ് വള്ളുവനാട്ടിലേക്ക്. അതിനൊരു പ്രത്യേക രസമാണത്. പച്ച തേങ്ങയും പച്ച അവിലും അതുപോലെ ശർക്കരയും കൂട്ടി കുഴച്ചിട്ട് അതിങ്ങനെ വായയിൽ ഇങ്ങനെ അച്ഛനിങ്ങനെ തരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒരു എന്താ കുട്ടിയെ. അതെ, അങ്ങനെയൊന്നും ഞങ്ങളുടെ അവിടെയൊക്കെ പറയാ. നിങ്ങളുടെ നാട്ടിൽ വന്നപ്പോ അതൊന്നും കാണും കേൾക്കും ചെയ്യും. എന്താണ് വള്ളുവനാട്ടിൽ എന്താണ് പ്രശ്നമോ? അതാണ്. പിന്നെ ഇപ്പൊ ഇവിടെയൊക്കെ ഒന്ന് കടയിൽ നിന്ന് മേടിക്കണു. ഇതപ്പൊ ഈ പൂക്കളൊക്കെ എന്ന് പറഞ്ഞു ഇതൊന്നും ഞങ്ങളുടെ നാട്ടിലേക്ക് ഇല്ല, ഇപ്പോഴും ഇല്ല. എന്താ കുട്ടിയെ ഇവിടെ കൊടച്ചോഴി ഉണ്ടാ കുഴമന്ദത്ത്? കുഴൽമന്ദം ചന്തയാണ്. അത് കേട്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പേര് കേട്ട ഒരു ചന്തയാണ് അത്. പ്രസിദ്ധേട്ടാ, ഈ ഒരു ഭാഗം നമ്മൾ നോക്കുമ്പോഴേ നമ്മൾ വള്ളുവനാടിന്റെ ഓണം കണ്ടു, ഒപ്പം കുറച്ച് മലബാർ ഓണവും നമുക്ക് കിട്ടി. ഇപ്പൊ നോക്കുമ്പോ പാലക്കാട് ഓണവും നമ്മുടെ കയ്യിലായി. എന്താ കുട്ടി നമ്മളെ കുട്ടി ഇവിടെ കൂട്ടത്തിൽ വന്നിട്ട് പാലക്കാട് ഭാഷ പറഞ്ഞിട്ട് ഇപ്പൊ ചാമിച്ചൻ ഒരു റീൽസ് ആണ് കണ്ടിട്ടുണ്ടാവും തോന്നുന്നു അല്ലെ? ഫേസ്ബുക്കിൽ കൂടെ ഒക്കെ ഏറെക്കുറെ അവരുടെ നാട്ടിന്റെ അടുത്താണ് എന്റെ വീട്. കുട്ടി ഒരു ചരിത്രം സൃഷ്ടിച്ചിട്ടാ വള്ളുവനാട്ടില് ഇവിടുത്തെ പുത്തരി എന്തരിയാണത്? പുത്തരി കഴിക്കാൻ വേണ്ടിട്ട് കുഴമന്ദത്തിൽ പോയിട്ടുണ്ട് കഴിക്കും. അതുപോലെ നമ്മൾ ഈ പാടത്ത് പയറ് ഉണ്ടാക്കും, നാടൻ പച്ചപ്പയറ്. അതൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ഈ പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു മണം വരലുണ്ടല്ലോ, അതൊരു സൂപ്പറാണ്. അതൊക്കെ കഴിക്കാൻ മറ്റേ തട്ടത്തമാരെ കാറ്റടിച്ച എന്റെ സാറേ. അങ്ങനത്തെ സദ്യ അതുപോലെ എല്ലാം ഉണ്ടാവും. ഇപ്പൊ സംഗീത മെമ്പർ പറഞ്ഞ പോലെ ഇവിടെ അവിയൽ വെക്കുമ്പോൾ മഞ്ഞപ്പൊടി ഇടും, ജീരകം അരയ്ക്കും, വെളുത്തുള്ളി അരയ്ക്കും, ഉള്ളി അരയ്ക്കും അല്ലേ. പക്ഷെ ഞങ്ങളുടെ അവിടേക്ക് ഇതൊന്നുമില്ല. ഒരു നാടൻ ഭക്ഷണമാണ്. മഞ്ഞപ്പൊടി ഇടില്ല, വെള്ള കളറായിരിക്കും അവിയലിന്. പാലക്കാടൊക്കെ പോകുമ്പോൾ അവിയൽ കൂട്ടി സദ്യ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ അറിയാം. ഇപ്പോഴത്തെ ഈ കാറ്ററിങ്ങുകളൊക്കെ വന്നതിന് ശേഷം പിന്നെ അതിനൊക്കെ ചെറിയൊരു മാറ്റമുണ്ട്. എന്നാൽ നാട്ടിൻ പ്രദേശത്ത് ആ വെള്ള അവിയൽ തന്നെയാണ്. എത്ര വർഷമായി അവിടെ പാലക്കാട് ഇവിടെ വള്ളുവനാട്ടിക്ക് വന്നിട്ട്? വള്ളുവനാട്ടിക്ക് വന്നിട്ട് 37 വർഷമായി. ജനപ്രതിനിധിയായിട്ട് 10 വർഷമായി. 10 വർഷമായി. ഈ 10 വർഷം എങ്ങനെയുണ്ട് വള്ളുവനാട്ടിലോണോ ഇജനപ്രതിനിധിയായിട്ട്? ഇതൊക്കെ നമ്മള് കാശ് കൊടുത്ത മേടിച്ചു തിന്നണു. ഇൻസ്റ്റന്റ് ഓണാണപ്പോ. അല്ല പ്രസിദ്ധേട്ടാ, നിങ്ങളിപ്പോ പാലക്കാട്ടിൽ നിന്ന് വന്നതും പ്രസിഡേഴ്സ് ഇവിടെ ഉള്ളതായി മാറിയോ? അതെ, അത് ഈ പാലക്കാട്ടുകാരുടെ ഒരു പ്രത്യേകത. അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ തമിഴ്നാട് പഠിച്ചതാ. അപ്പൊ ഈ പോകുമ്പോഴൊക്കെ ഈ ബസ്സിലൊക്കെ പാലക്കാട്ടുകാര് എന്താണ് കുട്ടിയെ ഞാൻ വരുന്നുണ്ട് കുട്ടിയെ. ഈ സാധനം കഴിഞ്ഞിട്ട് ഇവിടെ വെട്ടുമ്പോ ഇവിടെ അരുണുണ്ട്. അരുണിന്റെ അടുത്ത് വർത്താനം പറയുമ്പോ ഇതേ സ്ലാങ് വരും. അരുണ് ചോദിക്കും എന്നോട്, നീ പാലക്കാട്ടുകാരനായോ എന്ന് ചോദിക്കും. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അധികം പൊതുവേദികളിലൊന്നും ഒന്നും പറയാറില്ല. അപ്പൊ അത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമ്പോ ചേച്ചിയുടെ വീട് എവിടെയാ അപ്പോൾ ചോദിക്കും. അപ്പോൾ ഒരു ചെറിയൊരു പോയിന്റ് അവർ കടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാവും അവരെന്നോട് ചോദിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണ് പാലക്കാട്ടുകാരെ ഭയങ്കര ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് വള്ളുവനാട്ടില്. ഇവിടെ എന്താ അധികം ഈ 10 പേര് ഒരു വീട്ടിൽ ഒരു ഓണാഘോഷ പരിപാടിക്കായാലും എന്തിനായാലും തിരുവാതിര, പെരുന്നാള്, ഇത് നമ്മള് പൂരാഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ഓർഡർ ചെയ്യുക, വീട്ടിൽ വരുത്തിക്കുക.
ഞങ്ങളുടെ ആ ഭാഗത്തേക്ക് അതൊന്നും ഇല്ല കേട്ടോ. നാടൻ ഭക്ഷണം അതൊക്കെയാണ്. നമ്മളെ ഫിറോസിക്കയുടെ നാട് കൂടിയല്ലേ ഇത്? ഹലോ ഫിറോസ്ക, നമ്മളെ യൂട്യൂബിലെ മറ്റേ മുതലേലെ ചുടുന്നത് ഫിറോസിക്ക. അതെ 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 ചുട്ടിപ്പാറയുടെ അടുത്താണോ? പിടിക്കാൻ ബാക്കിയുള്ളൂ അല്ലേ? അതെ, മുതലിനെ മാത്രം പിടിക്കാൻ. പക്ഷെ ഓണത്തിന് വിഭവസമൃദ്ധമായിട്ടൊരു ഫുഡ് ഉണ്ടാവുന്ന കേൾക്കുന്നത്. അന്നത്തെ കാലത്ത് ഞങ്ങളുടെ അവിടെ സ്കൂളുകളിൽ അങ്ങനെ പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം സ്കൂളുകൾ കുട്ടികളൊക്കെ അടിച്ചു പൊളിക്കല്ലേ, അവരൊക്കെ അടിച്ചു പൊളിക്കണ്ടേ. പിന്നെ ഇപ്പോൾ ഈ പ്രളയങ്ങൾ വന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചൂരൽമല അതിൻ്റെയൊക്കെ ഇത്തിരി ആഘോഷങ്ങൾ ഇത്തിരി പിന്നാക്കായാലും ഈ പ്രാവശ്യം ഗംഭീരമാണ്. എല്ലാവരുടെയും ചെയ്ത് നോക്കി നോക്കുമ്പോൾ ഭയങ്കരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിന് നന്നായിട്ട് ഓണാഘോഷങ്ങൾ ഒക്കെ നന്നായി ആഘോഷിക്കാൻ പറ്റട്ടെ. ഇത് മാത്രമാണ് എല്ലാ ഇത്തവണയും പോയില്ലേ പുത്തരി നെല്ല് കഴിക്കാനും വേണ്ടിട്ട്? പോയില്ല. പാലക്കാട്ടുകാർക്ക് ഭയങ്കര നഷ്ടമായി പോകണോ അത്? അതല്ല, കാലാവർഷം ഇത്തിരി മോശമായി മാറി. അപ്പോഴേക്ക് ഈ നെല്ല് കതിര് വന്നിട്ടേ ഉള്ളൂ. നെല്ല് നേരെ ഞങ്ങൾ വീണ്ടും പോവും. അതെ, വീണ്ടും പോവും. പൂർവാധിക ശക്തിയോട് കൂടി പോവും. അല്ല, ഞങ്ങൾക്ക് എങ്ങനെ അവിലിടിച്ചിട്ട് അവിലെത്തിക്കും. ഒന്നെല്ലാം കൊണ്ട് അവിലിടിച്ചിട്ട് അവില് വീട്ടിലേക്ക് എത്തിക്കും. ഇന്നിപ്പോ എന്റെ അച്ഛനൊന്നും ഇല്ല, ആങ്ങളമാരാണ്. അവര് നടത്തുന്നുണ്ടാ കൃഷി. അതിനെ തനിമ ചോരാതെയുള്ളൊരു ഓണാഘോഷം കൂടി നമ്മൾ കണ്ടു. അത് വ്യത്യസ്തമായിട്ടുള്ള പാലക്കാടൻ ശൈലിയിലുള്ള ഒരു ഓണാഘോഷമാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. അടുത്തായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ കൂട്ടത്തിൽ നമ്മൾ പരിപാടികളൊക്കെ എടുക്കാൻ പോകും, റിപ്പോർട്ടറായിട്ട് പോകുന്ന സമയത്ത് കുറച്ച് സംസാരിക്കുന്നതും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്. ഓങ്ങല്ലൂരിലെ ഗ്രാമപഞ്ചായത്തിന്റെ സാരഥിയായിട്ടുള്ള രതി ഗോപാലകൃഷ്ണനാണത്. കുറച്ച് വർത്താനവും കൂടുതൽ പ്രവൃത്തി അല്ലേ? എങ്ങനെയുണ്ട് ഓണവിശേഷമൊക്കെ? എങ്ങനെയുണ്ട് ഓണവിശേഷം? അതിഗംഭീരമായി നടക്കണു. എങ്ങനെയുണ്ട് മൊത്തം പ്രസിഡന്റായിട്ട് ഇത്തവണ വരുന്ന സമയത്ത് എല്ലാവരും ഒരു ഓട്ടപ്പാച്ചിലുണ്ടല്ലോ ഓണത്തിന്റെ ഒരു പ്രോഗ്രാമിലെല്ലാം. എങ്ങനെയുണ്ടായിരുന്നു അതൊക്കെ എക്സ്പീരിയൻസ്? നമ്മൾ ആദ്യം പൊതുരംഗത്തൊന്നും പ്രവർത്തിക്കാത്ത ഒരാളാണ്, വീട്ടിൽ ഒതുങ്ങി കൂടിയിരുന്ന ആളാണ്. 5 വർഷമായിട്ട് നമ്മൾ ജനപ്രതിനിധിയായി. അതിൽ ഒരുപാട് ആളുകളെ കാണാൻ കഴിഞ്ഞു, ഒരുപാട് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റി, കുറേ പ്രസിഡന്റ്മാർ പങ്കെടുത്തു, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റി. അത് വളരെയധികം സന്തോഷമാണ്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ എന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പഞ്ചായത്താണ്. എൻ്റെ ജനപ്രതിനിധികളും എൻ്റെ സഹപ്രവർത്തകരും എല്ലാം കൂടെ നിൽക്കുകൊണ്ട് ഭരണസമിതി അംഗം അടിപൊളിയായി പോകുന്നു. എങ്ങനെയുണ്ട് ഈ വീട്ടിലെ ഓണവും? അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു ഒരു വീട്ടമ്മയായിരുന്നു, വർഷങ്ങളായ വീട്ടമ്മയായിരുന്നു. ഇത്തവണയാണ് കഴിഞ്ഞൊരു 5 വർഷമായിട്ടാണ് ഈ പറയുന്ന പൊതുരംഗത്തേക്ക് വരുന്നതെന്ന്. എങ്ങനെയാണ് വീട്ടിലത്തെ ഒരു ഓണവും പൊതുരംഗത്തെ ഒരു ഓണം എങ്ങനെയാ? അങ്ങനത്തെ കഥകളാണല്ലേ കുറച്ചുകൂടി. അതെ, അതാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് എന്ന് തോന്നുന്നു. വീട്ടിലെ ഓണവും നാട്ടിലെ ഓണവും. അതെ അതെ അതെ. എങ്ങനെയുണ്ട്? നമുക്ക് ആ ചർച്ച ഇവിടെ തന്നെ തുടങ്ങാം. വീട്ടിലെ ഓണം പറഞ്ഞാൽ എൻ്റെ വീട് കൂറ്റനാടായിരുന്നു. എന്നെ കൂടെ പറഞ്ഞാൽ മരുതൂരാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ അത്തത്തിന് അത്തം തുടങ്ങും ഞങ്ങൾക്ക് ഒരു കൊല കായ കൊടുന്ന് തരും. പിന്നെ ഏട്ടൻ്റെ പെങ്ങന്മാരൊക്കെ വരുമ്പോൾ തിരുവോണത്തിൻ്റെ തലേദിവസം മേടിക്കും. അന്ന് മുതൽ ഞങ്ങൾക്ക് എന്നും ഓണാണ്. ഓണത്തിന് ഇതുവരെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഹാപ്പി ആയിട്ട് തന്നെയാണ് അന്നും ഇന്നും. സാധിക, ഈ കൂട്ടത്തിലേ നമ്മളിപ്പോ ഓണത്തിന് പൂക്കളത്തോട് കൂടി തുടങ്ങുന്ന കണ്ടു. ആദ്യമായിട്ടാണ് പഴക്കൊലയിൽ ഒരു ഓണാഘോഷം മൊത്തത്തിൽ തുടങ്ങുന്നത്. അതല്ലെങ്കിലും അത് ഈ കേരളത്തിന് ഓണം വന്നു കഴിഞ്ഞാൽ രാവിലെ പിന്നെ നീച്ചു കഴിഞ്ഞാൽ ഭക്ഷണം എന്താണെന്ന് ചോദിക്കേണ്ടി വരും. അത് എഴുതി തള്ളട്ടെ, കാരണം ഈ കർഷകരുടെ അടുത്തുനിന്നല്ലേ കായക്കൊല കൊണ്ടുവരുന്നേ. അത്തത്തിന്റെ അന്ന് വാങ്ങിക്കും. പിന്നെ അന്ന് മുതൽ ഞങ്ങൾക്ക് തിരുവോണം വരെ എന്നും ഓണം തന്നെയാണ്. ഓണാണ് പുഴുങ്ങിയ പഴം, പപ്പടം തന്നെയാണ് തനിമയാർന്ന ഓണവും അതുപോലെ തന്നെ ചിട്ടയാർന്ന ഒരു ഭക്ഷണ രീതിയും അതല്ലേ. എങ്ങനെയുണ്ട് പൊതുരംഗത്ത് ഇറങ്ങിയിട്ടുള്ള ഓണാഘോഷവും കാര്യങ്ങളൊക്കെ? പൊതുരംഗത്ത് ഇറങ്ങിയിട്ടുള്ള ഓണം നല്ല ഓണം തന്നെയാണ്. എല്ലാം നമുക്ക് സ്കൂളുകളായാലും അംഗൻവാടികളായാലും പഞ്ചായത്തിലും ഓഫീസുകളും നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുന്ന ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഓണത്തിന് ഈ കളികളിലൊക്കെ ഉണ്ടാവാറുണ്ടോ? ഞാൻ കളികളിലൊന്നും പങ്കെടുക്കാറില്ല. കളി ആസ്വദിക്കുന്ന ഒരാളാണ്. ഈ കളികളിൽ പങ്കെടുക്കുന്നതിനേക്കാൾ കളി ആസ്വദിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അതെ അതെ അതെ, അവരാണ് കുറച്ചും കൂടി ഈ കേട്ടിട്ടൊക്കെ മനസ്സിലാക്കുക. പാട്ടുകളാണെങ്കിലും കളികളാണെങ്കിലും എല്ലാം മനസ്സിലാക്കി പഠിക്കുന്ന ഒരു ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ നമുക്ക് വേണ്ടതും. കാരണം കളിക്കുന്നവർ മാത്രം ഉണ്ടായിട്ട് കാര്യമല്ലോ, അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണ്ടേ. അപ്പൊ അതെന്തായാലും നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്ന കേട്ടു. പഞ്ചായത്തിന്റെ ഓഫീസ് മുറികളിലെല്ലാം കൊടുത്ത ആളുകൾ പറഞ്ഞു. ഇല്ല, പഞ്ചായത്തിൽ പാട്ടൊന്നും പാടാറില്ല. മൂളിപ്പാട്ട് പോലും പാടില്ലേ? പഞ്ചായത്തിൽ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, വീട്ടിൽ പാടും. അതാണ്. അപ്പൊ ഇവിടെ എന്തായാലും പാടണം. അയ്യോ, അങ്ങനെ പറയരുത്. ചെറുതായിട്ടൊരു പാട്ടെങ്കിലും പാടാറില്ല. പാടാൻ കുറച്ച് പാടാണ്. അതെ, നല്ല പാടാണ്. അപ്പൊ എന്തായാലും ഓങ്ങല്ലൂർ പ്രസിഡന്റിന്റെ ഓണവിശേഷം കഴിഞ്ഞു. അടുത്തായിട്ട് ഞങ്ങൾ സ്നേഹത്തോടെ ഷെഫീനാത്ത എന്ന് വിളിക്കുന്ന ഷെഫീന ഷുക്കൂറിന്റെ ഓണവിശേഷങ്ങളിലേക്ക് പോവാണ്. ഷെഫീനാത്ത, എങ്ങനെയുണ്ട് ഓണത്തിന്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ? എന്താണ്, നല്ല വിശേഷങ്ങളാണ്. എനിക്ക് ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നതിൻ്റെ ശേഷമാണ് ഓണാഘോഷ പരിപാടികളിൽ
സജീവമായിട്ട് പങ്കെടുക്കുന്നത്. കാരണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊന്നും ഇങ്ങനെ ഓണം ആഘോഷിക്കാൻ ഒക്കെ മുസ്ലിം വീടുകളാണ് ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെറുപ്പകാലത്തും ഒരു ഓണത്തെക്കുറിച്ച് പറയാനൊന്നും ഒന്നുമില്ല. അവിടെ ഒരു സദ്യ ഉണ്ണാൻ പോലും ഒരു വീട്ടിലേക്ക് പോയിട്ടുള്ളൊരു അനുഭവം കൂടി അന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞേക്ക് കല്യാണം കഴിഞ്ഞു. പിന്നെ വന്ന് അവരെ കൂട്ടുകാരൊക്കെ വീട്ടിലൊക്കെ അങ്ങനെ ഓണാഘോഷ പരിപാടികൾക്കൊക്കെ പോയിട്ടുള്ള അങ്ങനെയായിട്ട് പോയിട്ടുള്ള ശീലങ്ങളെ ഉണ്ടായിട്ടേ ഉള്ളൂ. ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബ്ലോക്കിൽ വന്നതിന് ശേഷം 10 വർഷമായി ജനപ്രതിയായിട്ട്, അതിനുശേഷമാണ് ഓണത്തിന്റെ ഒരു പൊലിമയും സന്തോഷവും കൊണ്ടാടുന്നത്. പണ്ടത്തെ കാലത്ത് എവിടെയും പോയിട്ട് ഭക്ഷണം കഴിക്കുക അങ്ങനെയുള്ള സാധനങ്ങൾ ആണ്. പക്ഷെ ചെറുപ്പകാലത്തിൽ ഞങ്ങളങ്ങനെ മുസ്ലിം കുട്ടികളൊന്നും അങ്ങനെ ആ വീട്ടുകൾക്ക് പോയിട്ടില്ല. കൂട്ടുകാരികളടക്കം അങ്ങനെ ഉണ്ടായിട്ടില്ല. മുസ്ലിം അങ്ങനെ പോവാനുണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പൊ എല്ലായിടത്തും പോകുന്നുണ്ട്. നേരത്തെ ബിന്ദു മെമ്പർ പറഞ്ഞ പോലെ പിന്നെ ഡേ കെയറിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ഇനിയിപ്പോൾ നാളെ ബ്ലോക്കിലാണ്. അങ്ങനെ എല്ലാതും ഓരോരുത്തരെ അങ്ങനെ അടുത്ത വീട്ടുകൾക്കൊക്കെ ക്ഷണിക്കുന്നുണ്ട്, കൂട്ടുകാരവർക്കൊക്കെ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഓണം ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ നാട്ടിലുള്ളൊരു ബ്ലോക്ക് മെമ്പർ കൂടിയാണ്. അപ്പൊ എങ്ങനെയുണ്ട് നാട്ടിലൊരു ഓണാഘോഷം? എങ്ങനെയുണ്ട് ഓണം? കുഴപ്പമില്ലാതെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. എത്ര വർഷമായി പൊതുരംഗത്ത് വന്നിട്ടുണ്ട്? 10 വർഷമായി. 10 വർഷത്തിനിടയിലുള്ള ഓണാഘോഷത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം പറയാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചാൽ ബ്ലോക്കിലെ മെമ്പർമാരുടെ കൂടെയും ആ കഴിഞ്ഞ ഭരണസമിതിയുടെ കൂടെയും ഈ ഭരണസമിതിയുടെയും കൂടെയും ആഘോഷിച്ച ഓണം തന്നെയാണ് സന്തോഷമുള്ള ഓണം. ഗംഭീരായിട്ടുള്ള ഓരോ വർഷവും നന്നായിട്ട് തന്നെ ആഘോഷിച്ചിട്ടുണ്ട്. ഈ കുറയുന്നില്ലല്ലോ, ഓണത്തിന്റെ പ്രൗഢി കൂടുന്നേ ഉള്ളൂ. നാളെയും ഞങ്ങൾ ഈ ഭരണസമിതിയുടെ അവസാനത്തെ ഓണാഘോഷ പരിപാടിയാണ്. നാളെയും ഗംഭീരമായിട്ട് അത് കൊണ്ടാടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രായത്തിൽ കുറവുള്ള ഒരാളുണ്ട്. നമ്മളെ മറ്റാരുമല്ല, വല്ലപ്പുഴയിലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള പ്രദീപ സുദീപാണ്. ഞങ്ങളുടെ സ്വന്തം പ്രിയപ്പെട്ട അതെ ഏറ്റവും ഇളയ കുട്ടിയാണ്. ഈ ഏറ്റവും കൂടുതൽ ഇളയ കുട്ടിയാണ് പ്രദീപേച്ചി. എന്തായാലും അപ്പോൾ ഞങ്ങളുടെ എല്ലാ സ്നേഹത്തോടെ പ്രദീപേച്ചി എന്ന് വിളിക്കുന്ന പ്രദീപ സുദീപിൻ്റെ വിശേഷങ്ങളാണ് അടുത്തതായിട്ട് അറിയാൻ പോകുന്നത്. എങ്ങനെയുണ്ട് ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ടാണ് ഞാൻ പൊതുരംഗത്തേക്ക് വരുന്നത്. അതായത് മുൻകാലങ്ങളിൽ ഇങ്ങനെ ഒരു പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച ഒരു പരിചയമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പഞ്ചായത്ത് ഇലക്ഷന് നിൽക്കുമെന്ന് ചോദിച്ചു. ഹസ്ബൻഡ് പൊളിറ്റീഷ്യനാണ്. അപ്പോൾ അവർ വാക്ക് കൊടുത്ത് പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിർബന്ധിതമായിട്ട് നിർത്തിയതാണ്. പൊതുരംഗത്തേക്ക് വന്നപ്പോൾ പ്രവർത്തിച്ച് തുടങ്ങിയപ്പോൾ അതിനോടൊരു താല്പര്യമുണ്ട്. ഒരുപാട് ആളുകൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതിൽ നല്ലൊരു മനസ്സിനൊരു സംതൃപ്തിയുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങി വെച്ചു എന്ന് മാത്രം. അങ്ങനെയുണ്ട്. ഈ ഒരു ജെൻസി കാലഘട്ടത്തിൽ അടുത്തുള്ളൊരു പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ്, അതെ വൈബിനൊപ്പം പറ്റുന്ന ആളെ വൈബോണാണ് ഇത്തവണ അല്ലേ? അതെ അതെ, അത് പറയാൻ ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ചേച്ചിമാരൊക്കെ പറഞ്ഞതിൽ അവർക്കൊന്നുമുള്ള അത്രയും ഒരു പഴയൊരു കാലഘട്ടത്തിലില്ല അനുഭവമൊന്നും എനിക്കില്ല. നമുക്ക് പുതിയത് മതി, പുതിയ അനുഭവങ്ങൾ ട്രെൻഡിനൊപ്പം ഞാൻ അത്ര പുതിയതും ആയിട്ടുമില്ല. ഇടയിൽ നിൽക്കണ ഒരു ജനറേഷനാണ് ഇപ്പത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 90s കിഡ് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ അതില് പറഞ്ഞ പോലെ അപ്പുറത്ത് നമ്മള് പറമ്പ് മൊത്തം നടന്ന് പൂക്കൾ പറിക്കുക അങ്ങനെയൊന്നുമില്ല. വീട്ടിൽ കിട്ടണ പൂക്കള് മുറ്റത്ത് നമ്മൾ നട്ടുപിടിപ്പിച്ചതെന്ന് പറിച്ചെടുക്കുക. ഇന്നൊക്കെ ഓർക്കിഡ്, മാന്തൂറിയം അങ്ങനെയൊക്കെ. പക്ഷേ ആ കാലഘട്ടങ്ങളിൽ അങ്ങനെയൊന്നുമല്ല. റോസ്, പിന്നെ മുല്ല, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കാശിത്തുമ്പകൾ, മുറ്റത്ത് ഉണ്ടാക്കുന്ന പൂവുകളൊക്കെ പറിച്ചിട്ട് പൂക്കളിടും. ഇനി പൂ തികഞ്ഞില്ലെങ്കിൽ ഇല പറിച്ചിടും. കളർ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അരിഞ്ഞ്, കാരണം പൂ പറിക്കുക അപ്പുറത്തോ ഇപ്പുറത്തോ പോകേണ്ട അങ്ങനെ പോയിട്ടൊന്നുമില്ല എന്ന് പറയുക. ആ രീതിയിലാണ് പൂക്കളങ്ങളൊക്കെ ഇട്ടിരുന്നത്. ഞാനും എനിക്കൊരു ബ്രദറാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ പൂക്കളിടാൻ രാവിലെ എഴുന്നേറ്റിട്ട് ആര് പൂക്കളം ഇടുന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് എഴുന്നേറ്റിട്ട് പൂക്കളം ഇടുന്നത് ഞാനായിരിക്കും മിക്കവാറും. ബ്രദറല്ലേ ഉറങ്ങും. അങ്ങനെയുള്ളൊരു അനുഭവമൊക്കെ തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ സ്കൂളുകളിൽ പൂക്കള മത്സരങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്തും പൂക്കള മത്സരം. പഠിക്കുന്ന കാലത്ത് എങ്ങനെയാ ഓണാഘോഷം ഉഷാറായിരുന്നില്ലേ? അതെ, ഈ പറഞ്ഞത് വീട്ടിൽ നമുക്ക് അംഗസംഖ്യ ഒന്നും കൂടുതലില്ല. രണ്ടുപേരും, അമ്മയും അച്ഛൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ചില ഓണങ്ങൾക്ക് മാത്രമേ നാട്ടിൽ അച്ഛനും കൂടി കൂടാറുള്ളൂ. അതൊരു പോയിന്റ്. ഈ പ്രവാസികൾ ഓണം ആഘോഷിക്കുന്ന രീതി എങ്ങനെയാ? അതെ, അന്ന് കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പോലെ വാട്സപ്പ് ഒന്നും സജീവമല്ലാത്തൊരു സമയമായിരുന്നല്ലോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ലാൻഡ് ഫോണിലൊന്ന് വിളിക്കും, വിശേഷങ്ങൾ അറിയും.
പിന്നെ ലെറ്ററായിട്ട് നമ്മൾ അയക്കും. ഒരു മാസത്തിനുള്ളിലൊക്കെയാണ് വിവരങ്ങൾ അവിടത്തെയും ഇവിടെ കിട്ടുള്ളൂ, ഇവിടുത്തെ വിവരം അവിടെ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഓരോ ഓണത്തിന് അച്ഛൻ, പ്രവാസിയായിട്ടുള്ള അച്ഛൻ നമ്മുടെ ഒപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സന്തോഷം തന്നെയാണ്. ആ ഓണം കളറായിരിക്കും അല്ലേ? അതെ അതെ. അത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ചെറിയൊരു ആഘോഷം, ഭക്ഷണം ഉണ്ടാക്കും, ഒരു ഡ്രസ്സ് വാങ്ങിക്കും, അതിൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. എന്തായാലും ജെൻസിന്റെ ഒപ്പം ഓണം ആഘോഷിക്കുന്ന ഒരു വൈസ് പ്രസിഡന്റ് കൂടിയാണ്. നമുക്ക് പറ്റിയ ഒരാളൊപ്പം. അതെ 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 അതെ, ഈ കൂട്ടത്തിൽ നമുക്ക് പറ്റിയ ഒരാളുണ്ട്. അപ്പൊ എന്തായാലും കുറച്ച് പേര് കൂടി നമ്മൾ ഈ അതിഥികളായിട്ട് വന്നിരിക്കുകയാണ്. അതിൽ കവിതേച്ചി നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ്. നമുക്ക് പാട്ട് വേണം. അപ്പൊ ഇതിൽ കവിതേച്ചി നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്, നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. കവിതേച്ചി ഒരു 2 വരി പാട്ട് പാടുക. ഓണത്തിന്റെ ഒരു ഓളം വരട്ടെ. എല്ലാവർക്കും നമസ്കാരം. പാട്ട് കേട്ട് ആസ്വദിക്കുകയുള്ളൂ, ഒരുങ്ങി വന്ന് പറഞ്ഞ സത്യമാണ്. പാട്ട് പാടുക പറഞ്ഞത് അതൊരു കളവാണ്. ഞാൻ പാട്ട് പാടുന്നത് ഇതുവരെ ആരും കേട്ടിട്ടുണ്ടാവില്ല. ഓണം പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും സന്തോഷം. അത്തം തുടങ്ങി ഓണം വരെ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു ഇതാണ്. അങ്ങനെ കുട്ടിക്കാലത്തെ ഓണം ഇപ്പോഴത്തെ ഓണവും ഒക്കെ വളരെ വ്യത്യാസമാണ്. ഞങ്ങളെ ഏജിലുള്ളവർക്കറിയാം. നമ്മൾ പഴയ കാലത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ പൂക്കൾ പറിക്കാനും അങ്ങനെ എല്ലാ മുറ്റങ്ങളിലും ഇങ്ങനെ നേരം വെളുക്കണേൻ്റെ മുന്നേ പൂവിടൽ കഴിഞ്ഞ് കൂക്കുമിളിയൊക്കെ കേൾക്കുമ്പോൾ അറിയാം ഫസ്റ്റ് ആരാ പൂവിടാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പണ്ടൊക്കെ എല്ലാ വീടുകളിലും. അങ്ങനെ എല്ലാവർക്കും പറയാൻ ഒരു കാര്യം, ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് പൂവ്. അതുപോലെ തന്നെ മത്സരമായിട്ട് കുറച്ച് പേര് കാണുന്നു, കുറച്ച് പേര് കാണുന്നില്ല. അന്ന് ഫസ്റ്റ് ഏതെങ്കിലും അടിച്ചിട്ടുണ്ടോ ഈ പൂക്കളത്തില്? കോളേജ് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും? ഇല്ല, ഫസ്റ്റ് പറഞ്ഞാൽ നമ്മളന്ന് പിന്നെ വീടുകളിൽ തന്നെ വന്നിട്ട് ഫസ്റ്റ് നമുക്ക് മത്സരം വീടുകളിൽ തന്നെ ഉണ്ട്. നമ്മളെ നാട്ടിലത്തെ ഓണാഘോഷങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വന്ന് നോക്കിയിട്ട് ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് എൻ്റെ വീട് വയനാടാണ്. അവിടെ അമ്പലം വയനാട്ടുകാരിനെ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ നേരത്തെ ഇവിടെ ഇരിക്കുന്ന ഏകദേശം എല്ലാവരും വള്ളുവനാട്ടുകാരാണ്. ഈ തിരൂരടക്കം ഉള്ളത് വള്ളുവനാട്ടിൽ പെടുന്ന ആളാണ്. അതിനിടയിൽ നമുക്കൊരു പാലക്കാടുകാരി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ ഷോയില് ഒരു വയനാടുകാരി കിട്ടിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് വയനാട്ടിൽ ഓണവിശേഷം അറിയണ്ട എല്ലാവർക്കും? എങ്ങനെയാണ് വയനാട്ടിൽ ഓണവിശേഷം എങ്ങനെയാ? വയനാട് ഞാൻ ഒരു 18 വയസ്സാകുമ്പോൾ പട്ടാമ്പി എത്തിയിരുന്നു. വയനാട് 18 കൊല്ലത്തെ വിശേഷം പോരട്ടെ. അന്നൊക്കെ കുട്ടിക്കാലത്ത് ഈ പറയും പോലെ പൂവുകൾ പറിക്കാനും ഒക്കെ ഭയങ്കര ഉഷാറായിരുന്നു അന്നൊക്കെ. ഈ പറയും പോലെ പിന്നെ അമ്പലം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വീടിൻ്റെ മുറ്റത്തും പോയിട്ട് അവർ വന്ന് നോക്കി പ്രൈസ് ഇടുന്ന അങ്ങനെ എല്ലാത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ആ കാലം കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഈ സദ്യ ഒരുക്കണ തിരക്കാണ്. നമ്മൾ രാവിലെ ഓണായ ഉച്ച വരെ അടുക്കളയിൽ. വയനാട്ടിലെ പ്രത്യേക എന്തെങ്കിലും ചടങ്ങുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ വയനാട്ടിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം എന്താ സദ്യയിൽ? സ്പെഷ്യൽ പറയും ഇവിടെ എനിക്ക് അങ്ങനെ വ്യത്യാസം തോന്നിയിട്ടൊന്നുമില്ല. ഇല്ല, എല്ലാം കോമൺ ആയിട്ടുള്ള ഐറ്റം തന്നെ. അല്ല, ഓണ സദ്യ വിളമ്പുന്ന രീതിയും ആഘോഷിക്കുന്ന രീതിയും ഒക്കെ മാറ്റം ഉണ്ടാവില്ലേ വയനാടായോണ്ട്? ഇവിടുത്തെ അത്ര ഉണ്ടോ ചോദിച്ചാൽ ഞങ്ങളെ ഏരിയ മുസ്ലിം ഏരിയയാണ്. ഞാൻ മാത്രമാണ് അതിൽ ഹിന്ദു കുട്ടിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരെയൊക്കെ ക്ഷണിക്കാനും അവരെ വിളിക്കാനും ആ ഒരു തിരക്കാണ് എനിക്ക് എപ്പോഴും. അവർക്ക് എന്തായാലും എല്ലാവരും വരും. ഇപ്പോഴത്തെ പോലെ അല്ല, ഒരുപാട് പേര് വരും സദ്യ ഉണ്ണാൻ. അവർക്ക് സദ്യയാണ് നല്ല ഇഷ്ടമുള്ള ഒരു ഇതാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു വീട്ടിലെ പാചകവും കാര്യങ്ങളൊക്കെ തന്നെയാണോ നടത്താറുള്ളത്? പാചകം അന്നത്തെ കാലത്ത് പാചകം ഇങ്ങനെ അരക്കലല്ലേ, ഇതൊന്നും കഴിഞ്ഞ് കിട്ടിയാൽ മതി. ഉച്ച വരെ ഇത് അരക്കലും പൊടിക്കലും ചതക്കലും പാചകം അങ്ങനെ അറിഞ്ഞിരുന്നില്ല. ഇവിടെ വന്നതിൻ്റെ ശേഷമൊക്കെ ഇങ്ങനെ പഠിച്ചു തുടങ്ങി. അമ്മ ഉണ്ടായിരുന്നു. അമ്മയുടെ കാര്യം പറയുമ്പോൾ 2 വർഷമായിട്ട് ഓണം വരുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം തന്നെയാണ്. ഞങ്ങൾ ഇവിടെ ആയാലും അവിടെ ആയാലും ഓണം ഇത്രയും ഓണം എൻ്റെ അമ്മയുടെ കൂടെ തന്നെ ആഘോഷിച്ചിട്ടുള്ളത്. സദ്യ വളമ്പുമ്പോൾ അമ്മ വീട്ടിലെത്തിയിട്ടുണ്ട്. ആ ഒരു വിഷമമുണ്ട്. അത്രയും സാരമില്ല, എന്തായാലും വിഷമിക്കണ്ട. ഓരോ ആഘോഷം വരുമ്പോഴും അമ്മേനെ ചേർത്ത് പിടിച്ചിട്ടില്ലേ ഇത്രയും കാലം, എന്തായാലും വിഷമിക്കണ്ട. ഓക്കെ. അവിടെ ഈ വയനാട്ടിലെ എങ്ങനെ ഈ പൂക്കളുടെ ഒക്കെ കാര്യത്തിൽ കുറച്ച് മാറ്റം ഉണ്ടാവില്ല? ഒരു മാറ്റവും ഇല്ല, നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. പൂക്കൾ കളറാണ്, നല്ല പലതരം പൂക്കൾ. ഇപ്പോഴും അതേ പൂക്കൾ, പിന്നെ എല്ലാതരം പൂക്കൾ, നല്ല പൂവുണ്ടാവുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളെ ഏരിയ. ഞങ്ങളെ വീട്ടിലും അതേ പലതരം പൂവാണ്. ഇവിടുന്ന് ഞങ്ങൾ ഈ പറയും പോലെ കൗൺസിലറായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാ ചെടിയും ഇങ്ങോട്ട് കൊണ്ടു. പക്ഷെ ഇവിടെ അങ്ങനെ പിടിക്കണ ഞാൻ കണ്ടില്ല. നിറയെ പൂക്കളുള്ള ഒരു വീട് തന്നെയായിരുന്നു. പലതരം പൂവുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് ഏതാ വയനാട്ടില്? ഒന്ന് ഓർത്തെടുക്കാൻ പറ്റിയെങ്കിൽ ഓർത്തെടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല. നമുക്ക് സദ്യ പിടിക്കാം, അതാണ് നല്ലത്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കറി ഏതാ? കറിക്ക് ഓലനാണ് ഇഷ്ടം. ഓലൻ. വയനാട്ടിലെ സ്പെഷ്യൽ എന്തെങ്കിലും കറികളുണ്ടോ? നമ്മളെ വീട്ടിലൊക്കെ എല്ലാവരും വള്ളുവനാട്ടിൽ സാധാ സദ്യയാണ്. വയനാട്ടിലെ സ്പെഷ്യൽ എന്താ? എല്ലാവരും കാത്തിരിക്കുകയാണ് പറയാൻ വേണ്ടിയിട്ട്.
ആ റെസിപ്പി ചെയ്തിട്ട് വേണം അടിച്ചു മാറ്റാൻ എല്ലാവർക്കും. അതെ, അതുകൊണ്ടല്ല, എൻ്റെ അമ്മ ഇവിടെ പട്ടാമ്പിക്കാരിയായിരുന്നു. അപ്പൊ ഇവിടുത്തെ സദ്യ അവിടെ ഉണ്ടാവും. എന്താ വയനാട് ഒരു മിനി പട്ടാമ്പി ആയി പോയി. അതെ, വീട്ടില് മിനി പട്ടാമ്പി ആയിരുന്നു. അപ്പൊ പിന്നെ ആ സദ്യകളൊക്കെ അമ്മ ഉണ്ടാക്കും. അപ്പൊ അടുത്തതായിട്ട് നമ്മളെ ഈ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ പാവം പിടിച്ചൊരു മുഖമായിട്ടുള്ള ഒരാള് ഇരിക്കുന്നുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു അല്ലല്ല ഞാൻ പറയട്ടെ, അവിടെ തല്ല് പരിപാടി ആയിട്ടില്ല അതുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കുറെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് തോന്നുന്നു. അല്ലേ സാധിക? അതെ, കാത്തിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നഗരസഭയിലെ കൗൺസിലറായിട്ടുള്ള ടീച്ചറെ വിളിക്കുകയാണ്. ടീച്ചറെ പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം നല്ല വിശേഷം തന്നെയാണ്. പറഞ്ഞ പോലെ ഓണം ആഘോഷിക്കുന്ന തിരക്കിലാണ്. അതെ, ഇന്ന് ഭയങ്കരമായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു. അതില് ഏതിലാ, ലെമൺ സ്പൂണിലാണോ അല്ലെങ്കിൽ ഉറിയടിയിലാണോ, എങ്ങനെയൊക്കെയാണോ? സമ്മാനമൊന്നും കിട്ടിയില്ല. ചേട്ടാ സാരമില്ല, നമുക്ക് എന്തായാലും ഇവിടെ ഓണം അടുത്ത ഓണത്തിലൊന്ന് ഒന്ന് ആഘോഷിച്ചു എല്ലാവരും കൂടി. അത് നല്ലൊരു പരിപാടിക്ക് കൂടിയില്ല. മെമ്പർ കൂടിയില്ല, ശരിയാണോ? കൂടിയിട്ടുണ്ട്. ഏതിലാ കൂടിയത്? ലെമൺ സ്പൂണിൽ കൂടി. ലെമൺ സ്പൂൺ അതില് കവിത അടിച്ചോണ്ട് പോയി. വെറുതെ ആണോ ഒന്നാം സ്ഥാനം പോയത്? രണ്ടാം സ്ഥാനം അറിയാം. എല്ലാരും കൂടി ഒന്ന് അടിച്ചു പൊളിച്ച് ഒരു കളിയും ഇതൊക്കെ ഉണ്ടായി. അതൊക്കെ ഭയങ്കര വൈബായി. അതാണ് ഒരു കാലത്ത് മറക്കില്ല അതൊന്നും. വൈബ് ഓണാണ് ഇപ്രാവശ്യം അല്ലേ? എങ്ങനെയുണ്ട് വാർഡിലെ വിശേഷങ്ങളൊക്കെ? എന്തൊക്കെയാ ഓണത്തിന്റെ? വാർഡിലത് നല്ല ഇതായി പോണു. എല്ലാവരും ഓണാഘോഷത്തിന്റെ തിരക്ക് തന്നെയാണ്. പൂക്കളം. വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ ഓണത്തിന്റെ? വീട്ടില് ഇതേപോലെ തന്നെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നല്ല തിരക്കിലാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഇപ്രാവശ്യം ഓണത്തിന് വല്ല സ്പെഷ്യൽ വിഭവമൊക്കെ ഉണ്ടോ സദ്യയില്? ഉണ്ടാക്കാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിന്ന് സദ്യ അവിടെ വ്യത്യാസമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതൊരു സർപ്രൈസ് ആണ്. അതിന്റെ റെസിപ്പിയാണ്. എല്ലാവരും വരണം. ഓക്കെ, എത്ര വർഷമായി പൊതുരംഗത്ത്? പൊതുരംഗത്ത് ജനപ്രതിനിധിയായിട്ട് 5 വർഷമായി. പൊതുരംഗത്ത് കുടുംബശ്രീകളിലും അങ്ങനെയൊക്കെ പങ്കെടുത്തുള്ള അതുണ്ട്. ഓക്കെ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് കേരളത്തിലെ കുടുംബശ്രീ എന്ന് പറയുന്നത്. അതെ, കുടുംബശ്രീ കൂടെ വന്ന് പൊതുരംഗത്തേക്ക് സജീവമായിട്ടുള്ള ഒരാളാണ്. എങ്ങനെയാണ് കുടുംബശ്രീയിലൊരു ഓണം, ഈ നാട്ടിലെ ഒരു ജനപ്രതിനിധി ആകുമ്പോൾ ഒരു ഓണം? കുടുംബശ്രീ നല്ലൊരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ നാട്ടിലെ എല്ലാ കുടുംബശ്രീ അംഗങ്ങളും. അങ്ങനെയാണ് നമുക്ക് ഈ സമൂഹത്തിൽ ഇറങ്ങാനും പ്രവർത്തിക്കാനും ഒരു പ്രചോദനം ഉണ്ടായത് കുടുംബശ്രീ കൂടെയാണ്. അങ്ങനെ അതിൻ്റെ ആ മടിയും ഇതൊക്കെ മാറിയത്, ഇതുപോലെ വീട്ടിലിരിക്കുന്ന ഒരാളിനായിരുന്നു മടിയൊക്കെ മാറിയത്. അങ്ങനെ കുടുംബശ്രീയിൽ പ്രവർത്തിച്ചിട്ടാണ് ഇന്നും കുടുംബശ്രീയോട് തന്നെയാണ് നമുക്ക്. പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു. ഇന്നെന്ന് പറയുമ്പോൾ അതില്ല. പക്ഷെ എങ്കിലും നമ്മുടെ ചുറ്റുള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് കൂട്ടി നിർത്തുന്ന ഒരു സാധനമാണ് ഈ കുടുംബശ്രീ. അതെ, എല്ലാവരും ഈ ഫ്ലാറ്റ് ജീവിതത്തിലൊക്കെ മാതൃകയാക്കുന്ന ഒരു സാധനമാണ് അല്ലേ? അപ്പൊ ഈ നാട്ടുവർത്തമാനം കുറച്ച് കൂടുതൽ നമുക്ക് ആ ഒരു ഒത്തൊരുമ വരുന്ന സംഭവം. അതെ, നാട്ടുവർത്തമാനം കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിലും നമ്മളെ ഈ ജനറേഷനിലെ പിള്ളേരെ ഒരു ടോക്ക് പറയും, കുടുംബശ്രീ വർത്തമാനം എന്ന് പറയും. പക്ഷെ എന്തായാലും ആ ഒരു ടോക്കില് എന്താ പറയാ, അങ്ങനെ ശരിക്കും ഉണ്ടോ സംഭവം? അങ്ങനെയല്ല ശരിക്കും. ഈ കുടുംബശ്രീ ഈ നാട്ടിലെ ജെൻസി പിള്ളേരൊക്കെ പറയും, ഈ ഒരു വീട്ടിൽ, എന്റെ വീട്ടിലിപ്പോ കുറച്ച് പേര് വന്നു കഴിഞ്ഞാൽ അവിടെ നാട്ടിലെ കുറ്റവും നുണയോ അങ്ങനെ പറയുന്നത് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് എന്ത്, കുടുംബശ്രീ ടോക്സ്. അത് ശരിക്കും ഉണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. എന്താ വെച്ചാൽ എല്ലാരും കൂടി എല്ലാവരുടെയും കാര്യങ്ങൾ സംസാരിക്കും. കാര്യങ്ങളാണ് സംസാരിക്കുക, ആരും തെറ്റിദ്ധരിക്കരുത്, കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതൊരു പൊതുവെയുള്ള ടോക്കാണെന്ന് മാത്രം. അതിന് ശരിക്കും അതെ ഡിസ്ക്ലെയിമർ ആയിട്ട് പോകണം. അതില് ഒരു തരത്തിലുള്ള കുറ്റമോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പറയുന്നില്ല. നല്ല കാര്യങ്ങളെ പറയാനുള്ളൂ കുടുംബശ്രീയെ പറ്റിയിട്ട്. അല്ല, ഞാൻ പറയുന്ന ആ ടോക്കിനെ കുറിച്ചിട്ടാണ്. എല്ലാരും വട്ടം കൂടിയിട്ട് ടോക്ക് മീൻസ് ജെൻസി മാത്രം മാറ്റുന്ന കാര്യമാണ് അല്ലേ? അപ്പൊ എങ്ങനെയൊക്കെയാണ് ഈ ഒരു 10 വർഷത്തെ ഇതിലേക്ക് വന്നപ്പോ ഈ കുടുംബശ്രീയിൽ കൂടെ വന്നു, ഇപ്പോ നഗരസഭയിലെ കൗൺസിലർ ആയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് വീട്ടിലെ ഓണവും നാട്ടിലെ ഓണവും എങ്ങനെയുണ്ട്? വീട്ടിലെ ഓണം ഈ പറഞ്ഞ പോലെ തന്നെ പഴയതുപോലെ തന്നെ നമ്മൾ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചുള്ള ഒരു ഓണം തന്നെ. അതുപോലത്തെ നാട്ടിലെല്ലാവരും, ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ക്ലബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ ഓണാഘോഷം ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി പങ്കെടുത്തിട്ട് ഒത്തൊരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പം നാളെ ഒരു ഓണാഘോഷ പരിപാടി വെച്ചിട്ടുണ്ട്, ചതയത്തിൻ്റെ അന്ന് എല്ലാവരും കൂടി. അതൊക്കെ ഒരുപാട് അനുഭവങ്ങളാണ്. നല്ല ഒത്തൊരുമയുടെ നാടെല്ലാവരും ജാതി ഭേദം ഇല്ലാതെ മതങ്ങളൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി ഓണാണ് ഞങ്ങളുടെ നാട്ടില്. തിരുവോണം കഴിഞ്ഞാലും ഓണം കഴിയുന്നില്ല, ചതയത്തിന്റെ നടക്കുന്നുണ്ട്. അതെ, അത്തം 10 പൊന്നോണം എന്നാണ്. പക്ഷെ അതൊക്കെ മാറ്റാണ്, എന്നും നമുക്ക് ഇനി ആഘോഷത്തിന്റെ ഓണം. അതെ 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 അതെ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് റഷീദ മെമ്പറുടെ അടുത്തേക്കും കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. എങ്ങനെയുണ്ട് ഓണവിശേഷം കാര്യങ്ങളൊക്കെ? ഓണവിശേഷം പറഞ്ഞാല് ഞാനിതാ വീട്ടിൽ ഒതുങ്ങി കൂടിയിരുന്ന ഒരാളായിരുന്നു. അപ്പൊ നമ്മള് ഇങ്ങനെ കൗൺസിലർ ആയതിന്റെ ശേഷമാണ് ഈ 5 വർഷമായിട്ടാണ് ഓണം എന്താണെന്നും ഓണത്തിൽ നമ്മൾ പങ്കെടുക്കൽ തുടങ്ങിയത്.
ഇപ്പം ഇന്ന് ഇത് ലാസ്റ്റിലത്തെയാണ് ഞങ്ങളെ അടിച്ചു പൊളിച്ചിട്ട് ഞങ്ങൾ നല്ല പരിപാടിയൊക്കെ നടത്തിയിട്ട് ഒന്നാം സ്ഥാനം ഞാൻ അത് മാത്രം പറഞ്ഞാൽ മതി ഈ കൂട്ടത്തിൽ എല്ലാവർക്കും. എന്ത് പരിപാടിക്ക് കൂടിയാലും ഒക്കെ അടിച്ചു മാറ്റുന്നത് കവിതേച്ചിയാണ്. കവിതാ മെമ്പറേ, ഞങ്ങൾ എന്ത് പരിപാടിക്ക് കൂടിയാലും അതൊക്കെ ഫസ്റ്റ് കിട്ടുക അവിടെയാണ്. അടിക്കുന്ന ആളാണ്. എന്തിനും ഫസ്റ്റ് കിട്ടണം കവിതേച്ചിക്കാണ്. അപ്പൊ എന്ത് കേട്ട് ഈ വർഷം ഞാൻ കൂടിയില്ല. കാരണം ഒക്കെ അടിച്ചു പോണത് അവിടെ അല്ലേ. അപ്പൊ പിന്നെ നമ്മള് വെറുതെ പിന്മാറണ്ടല്ലോ വെച്ചിട്ട് ഞാനിട്ട് ഒഴിഞ്ഞു മാറി ആദ്യം തന്നെ. മനസ്സാണ് കാണാതെ പോയത് അല്ലേ, വിട്ടുകൊടുത്തു. വെറുതെ നമ്മളെ ഒരു മത്സരത്തിന് നിൽക്കണ്ടല്ലോ വെച്ചിട്ടേ ഒക്കെ അവിടെ അല്ലേ കിട്ടണത്. അപ്പൊ നമ്മൾ പിന്മാറിയെന്ന് മാത്രം. പിന്നെ വേറെന്താ ഓണത്തിന്റെ വിശേഷങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു കൗൺസിലർ ആയത് കാരണം കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഇതുപോലെ തന്നെ ഓണത്തിനായാലും ഇപ്പൊ നാളെ പരിപാടി ഉണ്ട് എൻ്റെ നാട്ടില്. അല്ലാതെ നമ്മൾ ഓണം എന്താന്ന് അറിയില്ല, ഓണ പരിപാടി ഇല്ല, ഒന്നും നമ്മളെ വീട്ടിൽ ഓണം കഴിക്കാറൊന്നുമില്ല. എൻ്റെ വീട്ടിലായാലും ശരി, ഹസ്ബൻഡിന്റെ വീട്ടിലായാലും ശരി, അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ നാട്ടിലെ ഓണത്തിൽ ആക്റ്റീവാണ്. എല്ലാവരും നാളത്തെ പരിപാടി ഉണ്ട്, മറ്റന്ന പരിപാടി ഉണ്ട്, അങ്ങനെ ഓരോ ക്ലബിന്റെ കാര്യങ്ങളായിട്ട് ഓരോ കുടുംബശ്രീയിൽ നമ്മളില്ലെങ്കിലും അവര് നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥാനം വെച്ചിട്ട് നമ്മളെ നാളെ ഓണ പരിപാടിക്ക് മറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പായസം ഏതാ ഈ കൂട്ടത്തില്? പായസം ഒന്നും ഇഷ്ടമല്ല എനിക്ക്. മധുരത്തിനോട് താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. സദ്യവട്ടങ്ങളിൽ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അത് അങ്ങനെ പ്രത്യേകിച്ചിട്ടില്ല. ഞാൻ വേറെ ചിക്കൻ കാര്യമല്ല. മലബാർ മേഖലയില് അതൊക്കെയാണ് എനിക്ക് താല്പര്യമുള്ളത്. ഈ സദ്യയോട് താല്പര്യമില്ല. ഇവർക്ക് എപ്പോഴും അത് പറഞ്ഞ് എന്നെ എപ്പോഴും കളിയാക്കാറുണ്ട്. ഇന്ന് ഞാൻ അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ പലരും അത് പറഞ്ഞു, ഒരു ചിക്കത്തിലുണ്ടെങ്കിൽ ഉസാറായിരുന്നു. ഇത് മറ്റേ ഷോർട്സിലില്ല മന്ത്രി വി ശിവൻകുട്ടി പങ്കുവെച്ച ഒരു സാധനമുണ്ട്. ഈ അംഗനവാടിയില് ടീച്ചറെ ബിരിയാണി, ചിക്കൻ ബിരിയാണി വേണം, ചിക്കൻ മന്തി വേണം എന്ന് പറഞ്ഞ പോലെ. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിപ്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബിരിയാണി. അല്ലാതെ പ്രത്യേകിച്ചിട്ട് ഇതിലൊരു അഭിപ്രായമൊക്കെ പറയാല്ല ഈ സദ്യയെ കുറിച്ചിട്ട്. വീട് എവിടെയായിരുന്നു? ഇവിടെ പട്ടാമ്പിക്കാരിയാണോ അതോ? അല്ല, പട്ടാമ്പിക്കാണ് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. എവിടെയാ വീട്? എവിടെയാ വീട്? കൂറ്റനാട് ഭാഗം. കൂറ്റനാട് ഭാഗമാണ്. ഈ ഇറച്ചി ഈ പറയുന്ന ചിക്കൻ കഷ്ണം പോലെ വേണമെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു മലബാർ മേഖലയിൽ കണ്ണൂരുകാർ ആഘോഷിക്കുന്ന ഒരു സംഭവം ഉണ്ട്. മലബാർ മേഖലയിലുണ്ട്. മലബാർ മേഖലയിൽ ചിക്കൻ ഇല്ലാതൊരു സാധനം. കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം എല്ലാവരും അത് പറഞ്ഞു എന്നെ കളിയാക്കലുണ്ട്. സത്യമാണോ കവിതാ മെമ്പർ? അത് കളിയാക്കാറുണ്ടോ? നമ്മൾ ശരിക്കും പറഞ്ഞ അഭിപ്രായം മാനിച്ചുകൊണ്ട് കുറച്ച് ചിക്കനും വേണം അല്ലേ? നഗരസഭ കൗൺസിലർ സംഗീതച്ചുണ്ട്. ഉണക്കസ്രാവ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളെ നാട്ടിലില്ല, തിരൂരൊന്നുമില്ല. പക്ഷെ ഇവിടെ ഞാൻ വന്നപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് ഓണച്ചന്ത അല്ലെങ്കിൽ ഉണക്കസ്രാവ് ഓണത്തിന് കഴിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാണ് കാണുന്നത്, ഇവിടെ പട്ടാമ്പി വന്നിട്ടാണ് കാണുന്നത്. അതൊരു വലിയൊരു തൃത്താല മേഖലയിലല്ലേ, അതൊരു ഞാൻ ആദ്യമായിട്ട് അറിയണ ഒരു സംഭവമാണ്. ഞാൻ ഓണം എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ എന്നാണ് എൻ്റെയൊക്കെ മനസ്സിലെ ധാരണ ഉണ്ടായിരുന്നത്. പക്ഷെ അതിനൊരു വ്യത്യാസം വന്നത് ഇവിടുന്ന. അതെ ഞാനിപ്പോൾ അത് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടത്. അത് ഓണത്തിന്റെ ആ ഒരു എന്താ പറയാ, അങ്ങോട്ട് പോണെങ്കിൽ ഇത് കഴിക്കണം എന്നുള്ളതാണ് അതിന്റെ കണക്ക്. ചിട്ടവട്ടാദികൾ മൊത്തം കഴിയണമെങ്കിൽ ഒരു സ്രാവ് കൂട്ടിയിട്ട് ഒരു സദ്യ. അതാണ് ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷെ കണ്ടിട്ടുണ്ട് ഞാൻ. അത് ബേബി ചേച്ചി പറയും, കാരണം കാർഷിക ഗ്രാമമായിട്ടുള്ള ബേബി ചേച്ചിയും എല്ലായിടത്തൊന്നും അങ്ങനെയല്ല, കുലുക്കാരി വിഭാഗത്തൊന്നുമില്ല. റുക്യാതൊക്കെ എന്തോ പറയാം. ഇത് നമ്മുടെ മേഖലകളിൽ തൃത്താല ഭാഗത്താണ് കൂടുതലായിട്ട് ഈ ഉണക്കസ്രാവ് കാണുന്നത്. നമ്മുടെ തൃത്താല സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഓണച്ചന്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ ഉണക്കമീൻ സ്രാവിൻ്റെ കച്ചവടം. ഉണക്കമീൻ സ്രാവിൻ്റെ കച്ചവടമാണ്. ഉണക്കസ്രാവ്. അതെന്താ ഈ വെള്ളുവനാട്ടിലേക്ക് ആ ഒരു സാധനം വരാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താ? ഒരു ചരിത്രോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയോ? ചരിത്രമൊന്നും അറിയില്ല, പക്ഷെ ഒരു നാട്ടുനടപ്പാണ് അവിടെ. എല്ലാ തൃത്താല മേഖലകളിലും എല്ലായിടത്തും ഇത് അനിവാര്യത. അവര് ഓണച്ചന്തയിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന സാധനം ഈ ഉണക്കമീൻ സ്രാവാണ്. കുമ്പിടി കായാന്നൊക്കെ പറയാം, അതിന്റെ ഒപ്പം നിൽക്കുന്ന സാധനമാണത്. അതെ, നമുക്ക് ക്ലാരിറ്റി. നമുക്ക് വിളയൂരിലെ ഒരു പ്രസിഡന്റ് ഉണ്ട്. വിളയൂരിലെ പ്രസിഡന്റ് അവിടെ എന്താ പറയാ, ഈ പറയുന്ന കാർഷിക വിളകളിലോടൊപ്പം നിൽക്കുന്ന ഒരു സ്രാവ് എന്ന് പറഞ്ഞു. അത് ശരിക്കും അങ്ങനെ ഉണ്ടോ? വിളയൂരുകാരുണ്ടോ? നമ്മുടെ ഭാഗത്ത് അങ്ങനെയില്ല, പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ പ്രാവശ്യം ഓണച്ചന്തയിലും ഉണക്കസ്രാവ് വിൽക്കപ്പെടുന്നു പറഞ്ഞിട്ടുള്ള വലിയൊരു പോസ്റ്ററൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ പിന്നെ നമുക്ക് മനസ്സിലായി ചില ഭാഗത്തൊക്കെ പല നാട്ടിലും പല രീതിയിലല്ലേ. ഈ രമണീച്ചിക്ക് ഇതിനെ കുറിച്ചിട്ട് എന്തോ അഭിപ്രായം പറയാനുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു വിഷയത്തെ. ഇല്ല, ഞങ്ങളുടെ അവിടെ ഒന്നും ഈ ഉണക്കസ്രാവ് ഇല്ല. ഇല്ല ഇല്ല, ഓണത്തിനില്ല.
പിന്നെ ഇപ്പോഴത്തെ തലമുറ പറഞ്ഞപ്പോൾ കുട്ടികൾക്കൊക്കെ സ്രാവില്ലാതെ ഒരു കഷ്ണം മീനോ അല്ലെങ്കിൽ സ്രാവല്ല, ഉണക്കമീനൊന്നും അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് പച്ചമീനോ ചിക്കനോ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഊണ് കഴിക്കാൻ പറ്റുള്ളൂ. അതെ, അപ്പൊ പിന്നെ നമ്മൾ എന്താ വെച്ചാൽ സദ്യയോടൊപ്പം ഇതില്ല എങ്കിൽ കൂടി നമ്മൾ തിരുവോണം കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസം വൈകിട്ടെങ്കിലും ഉണ്ടാക്കും. എനിക്ക് തോന്നുന്നു റഷീദ മെമ്പറിന്റെ ഒരു വൈബാണ് ഇപ്പൊ എല്ലാ ഉള്ള കുട്ടികളും തോന്നുന്നു. ഒരു കഷ്ണമെങ്കിലും ചിക്കൻ അത് മസ്റ്റാണ്. മറ്റേ ഈസ്റ്ററിന്റെ പരസ്യം പോലെ സദ്യ കഴിഞ്ഞ ഒരു രസം എന്ന് പറഞ്ഞ പോലെ സദ്യയാണോ എന്നൊരു ചിക്കൻ മസ്റ്റാണ്. ആ ഒരു രീതിയിലാണ്. അപ്പൊ എന്തായാലും ഇതിൽ ഈ കൂട്ടത്തിൽ ആരാ നന്നായിട്ട് പാട്ട് പാടുന്ന ആരാ ഉള്ളത്? ഒരു 2 വരി പാടാൻ ഗീതാവണി കണ്ട പറയും, പാടും, നന്നായിട്ട് പാടും. എനിക്കറിയാം, നന്നായിട്ട് പാടും. ഞാൻ വരാറുണ്ട്, ഞാൻ വന്നിട്ട് കേൾക്കാറുണ്ട്. 2 വരി ഏത് പാട്ടാണ്? ഞാൻ പാടില്ലേ? നല്ല പാടില്ലേ? അടുത്ത ആരാ പാടുന്നത്? രമണീച്ചി പാടുമെന്ന് എനിക്ക് തോന്നുന്നു. മൈക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട്. പാടുമൊന്നുമില്ല. പഴയ കാലത്ത് ഓണക്കളികളുണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ കുട്ടികളാവുമ്പോ, ഇപ്പൊ ഞാനൊക്കെ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോ അന്ന് നമ്മളെ അയൽപക്കത്തുള്ള ഒരു 10-9 വീട്ടിലെ ആളുകളൊക്കെ എല്ലാവരും ഉണ്ടാവും കേട്ടോ, കൂടിയിരുന്ന് വട്ടത്തിലിരുന്നിട്ട് ഓണാഘോഷ പരിപാടികൾ അന്നത്തേക്ക് അങ്ങനെയാണ്. ഇപ്പോഴാണ് ഇപ്പോൾ ഇതേ രൂപത്തിലൊക്കെ ഓണാഘോഷ പരിപാടികൾ. അപ്പോൾ അങ്ങനെയുള്ള ഓണാഘോഷ പരിപാടികളിൽ അന്ന് തുമ്പി തുള്ളൽ, അതേപോലെ തന്നെ 2 ടീമായി നിന്നിട്ട് നമ്മൾ പെണ്ണ് കെട്ടിക്കളി പറയും, അങ്ങനെയുള്ള കളികളൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ആ കാലത്തൊക്കെ നമ്മൾ തുമ്പി തുള്ള ഇരിക്കും, ഒരാളിങ്ങനെ ഇരിക്കും. ഇപ്പം നമ്മൾ ടി വിയിലൊക്കെ കാണാം, അതേപോലെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെയാണ് നമ്മൾ അത്തരം കളികളൊക്കെ ഇപ്പോൾ കാണുന്നുള്ളൂ, പുതിയ തലമുറ. അപ്പോൾ ഈ വരുന്ന കുട്ടികൾക്കൊന്നും അന്നത്തെ കളികൾ എന്താ, ഓണക്കളികൾ എന്താണെന്നറിയില്ല. അപ്പോൾ അതിലത്തെ 2 വരി ഞാൻ പാടും കേട്ടോ. എല്ലാവരും കൈയടിക്കണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് കൊടുക്കുക. പ്രോത്സാഹനം വേണം. പ്രോത്സാഹനം ഇല്ലാതെ പ്രോത്സാഹനം ഇല്ലാത്തവരുടെ അടുത്തേക്ക് അടുത്തത് പാട്ട് പാടാൻ മൈക്ക് വരുന്നതാണ്. എല്ലാവരും ഉഷാറായിട്ട് കൈയടിക്കുക. ഒരു റൗണ്ട് കഴിഞ്ഞ പിന്നെ നിങ്ങൾ ഒന്നാനാം കൊച്ചു തുമ്പി നീ കൂടെ പോരാ, വേണം കളിക്കാൻ കളന്തേരു, കുളിക്കാൻ കൂളന്തേരുവൻ, വെച്ചുണ്ണാൻ ചിറ്റൂരുളി വിളമ്പ്യുൺ ശ്രീഗോരിക, കൈ കഴുകാൻ വെള്ളിക്കിണ്ടി, കൈ തോർത്താൻ പുള്ളിപ്പട്ടെ, ഞാൻ തരുവേൻ തുമ്പി ഞാൻ തരുവേൻ. 2ആനാം കൊച്ചു തുമ്പി നീ പോണ വേണം, നീ കൂടെ പോരാ, വേണം കളിക്കാൻ കാളന്തേരുവേൻ, കുളിക്കാൻ കൂളന്തേരുവേൻ, വെച്ചുണ്ണാൻ ചിറ്റൂരുളി വിളമ്പ്യുണ്ണാൻ ശ്രീഗോരി, കൈ കഴുകാൻ വെള്ളിക്കിണ്ടി, കൈ തോർത്താൻ പുള്ളിപ്പട്ടെ, ഞാൻ തരുവേൻ ഞാൻ തരുവേൻ. അടിപൊളി അടിപൊളി. നല്ലൊരു ഉഷാറുള്ള കയ്യടി കൊടുക്കണം. അടുത്ത ആരാ നന്നായിട്ട് പാട്ടാണ്? സംഗീതം എനിക്ക് വന്ന് നല്ലൊരു പാട്ടുമാണ്. പ്രത്യേകിച്ച് തിരൂരിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് കുഴപ്പമില്ല, എനിക്ക് ചുമയുണ്ട് നന്നായിട്ട്. അതെ, നല്ല ഈ ഒരു നല്ലൊരു പാട്ട് പാടുക ആരാ? 2 വരി പാടിയാൽ മതി. പ്രത്യേകിച്ച് തിരൂരിൽ നിന്നാണ് വരുന്നത്. തിരൂരിൽ തുഞ്ചത്തെഴുത്തച്ഛന്റെ നാടായ തിരൂരിൽ നിന്ന് വരുന്ന സംഗീതച്ച് ഒരു പാട്ട് പാടിയില്ല എന്ന് പറയാൻ PCയുടെ പരിപാടിക്ക് മോശം. സംഗീതം, അതെ സംഗീതം, അതാണ് സംഗീതത്തിന്റെ അർത്ഥം. സംഗീതച്ചിട്ട് ഒരു 2 വരി പാട്ട് എല്ലാരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി നീലേ, കനിവാർന്നു പൂമരങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി. വളരെ ഗംഭീരമായിട്ട് പാടി. പാടാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഗംഭീരമായിട്ട് പാടി. സംഗീതേച്ചി സംഭവം തന്നെ, അതാണ് സംഗീതേച്ചിയുടെ ഒരു കഴിവ്. ഇനി അടുത്തായിട്ട് നമുക്ക് കുറച്ച് കാർഷിക കാര്യങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി നമ്മളെ സ്വന്തം ബേബി ചേച്ചിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. കുറച്ച് വിളയൂരിന്റെ ഗംഭീര പാട്ട് പാടിക്കോളൂ. 2 വരി പാടിയാലും കുഴപ്പമില്ല. കാർഷികത്തിന്റെ ഗ്രാമം. നാളെ വിളയൂരുകാർ ഇതൊരു ഫ്ലെക്സ് വെക്കും പഞ്ചായത്തില്. അധികം പൊക്കണ്ട. അതെ, പക്ഷെ നാളെ ഞാൻ ഫ്ലെക്സ് വെക്കും അവിടെ പാട്ട് പാടിയാ. ഓണപ്പാട്ടൊന്നും അറിയില്ലടാ. എന്ത് കാർഷികത്തിന്റെ പാട്ടായാലും കുഴപ്പമില്ല. എല്ലാരും ഒന്ന് കൈതട്ടിക്കേ. നമ്മളെ വിളയൂരിലെ പ്രസിഡന്റിനെ ഒരു പാട്ട് പാടാം അടുത്തതായിട്ട്. താരാട്ട് പാട്ട് പാടാം. പാടിക്കോളൂ, കുഴപ്പമില്ല.
പായസമൊക്കെ കുടിച്ചിരിക്കുന്നവർക്ക് ഉറങ്ങാൻ പറ്റിയ അതെ, ഉറങ്ങാൻ പറ്റുന്നത് തിരുവോണ ദിവസമാണ് നമ്മൾ ഈ പരിപാടി പോവുകയാണെങ്കിൽ അന്ന് പായസമൊക്കെ കുടിച്ച് നല്ല സദ്യ കഴിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു താരാട്ട് പാട്ട് നമ്മൾ സ്വന്തം വിളയൂരിലെ ബേബി ഗിരി ചേച്ചി പാടും. താലോലം താനേ താരാട്ടും പൂങ്കാറ്റും ചായുറങ്ങുമീ ഞാനീ പാടും ഈണം പോലും പൂങ്കുരുന്നേ കൺമണിയേ ആനന്ദം നീ മാത്രം താലോലം താനേ താരാട്ടും പൂങ്കാറ്റും ചായുറങ്ങുമീ. സബാഷ് 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 സബാഷ്. എന്താണ് ആ ഒരു ഗാനം? അപ്പോൾ നമ്മളെ ജെൻസിയുടെ കാലഘട്ടത്തിൽ ആരെങ്കിലും നല്ല പുതിയ റാപ്പ് സോങ്സ് ഒക്കെ വരുന്നുണ്ടോ? ഏത് മൂഡ്, ഓണം മൂഡ് വരുന്നുണ്ടോ? ഓണം മൂഡ് പാട്ട് ഇപ്പോൾ എല്ലാ പരിപാടികളിലും കാണുന്നത് ഇപ്പം അതന്നെയല്ലേ. പക്ഷെ അത് ആസ്വദിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഒറ്റ ലൈന് പോലും എന്താന്ന് കവിത ആയിക്കോട്ടെ, കവിത അല്ലേ സാധിക? നല്ലൊരു കവിത ആയിക്കോട്ടെ. പാട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ പാടിയിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഇപ്പൊ എന്താ പറഞ്ഞ സ്കൂളിൽ പഠിക്കുമ്പോ പാടിയിരുന്നു. അതിനുശേഷം അതേ പറഞ്ഞു വരണ്ട. അതിനുശേഷം എനിക്ക് കേൾക്കാൻ മാത്രം ഞാൻ വീട്ടിൽ പാടുകയെന്നല്ലാതെ അത് കുഴപ്പമില്ല. എല്ലാരും ഒന്ന് പ്രോത്സാഹിപ്പിച്ച നമുക്ക് നല്ലൊരു പാട്ട്. ഈ ജെൻസി കാലഘട്ടത്തിലുള്ള ഒരു മെമ്പർ കൂടിയാണ്, ഒരു വൈസ് പ്രസിഡന്റ് കൂടിയാണ്. പതിവെച്ച് പോരട്ടെ. പാട്ടിന്റെ ലൈനുകളൊന്നും സത്യത്തില് ഇപ്പൊ ഒന്നും ഓർമ്മയില്ല. അതായത് ഏതെങ്കിലും ഒരു പാട്ട് ഈ പറയുന്ന പാട്ട് വീട്ടിൽ പാടുന്നുണ്ടെന്ന് പറഞ്ഞു, നമുക്ക് കുറച്ചേരം ഒന്നും മിണ്ടാതിരിക്കാം. വീടിന്റെ ഒരു അന്തരീക്ഷം കിട്ടും. അപ്പൊ പിന്നെ നല്ലൊരു പാട്ട് വരും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പുറത്ത് കേൾക്കുമ്പോ ഇതിന്റെ ലൈനുകളൊക്കെ കറക്റ്റ് ആയിട്ട് വരണ്ടേ. സ്വന്തമായിട്ടാകുമ്പോ മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ല. ഇവിടെ തെറ്റുകൾ ആരാ അംഗീകരിക്കാത്തുള്ളത്? അതെ, രമണേച്ചിനെ ശ്വാസം മുട്ടിട്ട് അടക്കം പറയും. ഈ പറയുന്ന സംഗീതേച്ചി ആ വാക്ക് ഒരു പേര് അന്വർത്ഥാകുന്ന സംഗീതം പാടി അടുത്ത് പാടൂ. ഏത് പാട്ടാണെന്ന് പോലും ഒന്നും ഓർമ്മയിൽ വരുന്നില്ല. ഏതേലും 2 വരി പാടിയാ മതി. പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട് നക്ഷത്രപ്പൂവേ നവരാത്രി പൂവേ ആട് ആട് നീ ആടാട്. ഗംഭീരമായിട്ടുള്ളൊരു പാട്ട് പാടിയിരിക്കുകയാണ്. അപ്പം എന്തായാലും PCVയുടെ പെണ്ണോണം പൊന്നോണം അതിൻ്റെ സമാപന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. വള്ളുവനാടിൻ്റെ ചരിത്രം മാത്രമല്ല, ഒരു പിടി നല്ല രീതിയിലുള്ള ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ ജനസാരഥികളെയുമാണ് വള്ളുവനാട്ടിന് ലഭിച്ചിട്ടുള്ളത്. കല, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ വള്ളുവനാടിൻ്റെ കഴിവ് വാനോളമുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ ഓണവും ഇവരാണ് നമ്മളുടെ മുന്നിൽ നിന്ന് നമ്മളോട് ഓരോ പഞ്ചായത്തിൻ്റെ സാരഥികളായി നയിക്കുന്നത്. അത്തരത്തിൽ വനിതാ പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാരെയും കൂടുതലായുള്ളൊരു ഓണാഘോഷമാണ് ഇത്തവണ വള്ളുവനാട്ടിലെ മറ്റൊരു രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത. നല്ലൊരു ആർപ്പുവിലൂടെ നമുക്ക് അതെ, നല്ലൊരു ആർപ്പുവിളി എനർജറ്റിക് ആയിട്ട് എല്ലാവരും വിളിച്ചിട്ട് അതെ പവറാവട്ടെ എല്ലാവരും, അല്ലേ സാധിക? അപ്പൊ എന്തായാലും PCVയുടെ പെണ്ണോണം പൊന്നോണം ഇവിടെ അവസാനിക്കാനുള്ള അവസാന ലാപ്പ്. എല്ലാവരും എനർജറ്റിക് ആയിട്ട് ആർപ്പോ ആർപ്പോ ആർപ്പോ. അപ്പോ PCVയുടെ എല്ലാ പ്രേക്ഷകർക്കും തിരുവോണത്തിന്റെ ദിനാശംസകൾ. ഞാൻ പ്രജിത്ത്, എന്നോടൊപ്പം ഈ ഷോ PCVയുടെ പെണ്ണോണം പൊന്നോണം അവതരിപ്പിച്ചത് സാധിക മാധവി. അപ്പോ എല്ലാവർക്കും പൊന്നോണ ദിനാശംസകൾ. ഗുഡ് ബൈ.